السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. صدق الله العلي العظيم. وقال نبينا وحبيبنا محمد صلى الله عليه وسلم: كن في الدنيا كأنك غريب أو عابر سبيل وعد نفسك من أصحاب القبور، أو كما قال رسول الله صلى الله عليه وسلم: ولدتك أمك يا ابن آدم باكيا والناس حولك يضحكون سرورا، فاجهد لنفسك أن تكون إذا بكوا في حال موتك ضاحكا مسرورا. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. മഹത്തരമായ ഈ വേദിക്കല് ഞങ്ങൾക്ക് അത്യഗത്യമായ ഉപദേശ ചൊന്നു തന്നെ ഉടറ ഉസ്താദ് അബ്ദുൽ ലത്തീഫ് സഅദി ഉസ്താദ്, എൻ്റെ ആത്മീയ ചങ്ങായിയും സഹവർത്തിയുമായ ഇബ്രാഹിം അൽ മദദി ഉസ്താദ്, അതേപോലെ വേദിക്കലുള്ള ഉസ്താദുമാർ, ഉടർ ജമാഅത്തിലെ അധ്യക്ഷ, കാര്യദർശി, ജമാഅത്തിലെ ഹിരിയങ്ങ, അവിടെ കൂടിയ എല്ലാ സഹോദര സഹോദരിമാർ, പിറുസത്തെ വിദ്യാർത്ഥിങ്ങ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഞങ്ങളുടെ ഒട്ടുക സേരിയത് നാല് സ്വർഗത്തില് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുക കാരണമാവിടെ ഒരു സത്കർമ്മമായിട്ട് അള്ളാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഞങ്ങളെല്ലാരെ സമ്പൂർണമായിട്ട് നിരാശപ്പെടുത്തിയിട്ട് ഒരു നിലക്കും ഇണ്ട് ഇവിടെ ഞങ്ങൾക്ക് വാള് സംഘടിപ്പിക്കുക അല്ലെങ്കിൽ വാള് കേൾക്കുക സാധ്യമേ ഇല്ല ചൊല്ലേ ഒരു ഹന്തത്തുക്ക് എത്തിയപ്പായിട്ടിക്കട് മലയല്ല ഒരു സമാധാനായിട്ട്, ചെടിയിൽ മിന്നല്ല കൊറോടിയായിട്ട്, നല്ല ഒരു അന്തരീക്ഷ, നല്ല ഒരു വാതാവരണ പടച്ച റബ്ബ് ഇവിടെ ഉണ്ടാക്കി തന്ന കൊറിയ നേറായെങ്കും അള്ളാഹുടെ ദീൻ കേൾക്കുകയും പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ആൽമാരെ സംഖ്യ കൊറോടി അണ്ട് ചൊല്ലുകാവൂല ഈ മഹല്ലടെ സംബന്ധിച്ചിടത്തോളം ചെറിയ മഹല്ല്. ഏതായാലും
കേക്കടെ ഉപദേശ ചൊല്ലെ ഉപദേശ ചൊല്ലെ നങ്ങകും ഫലിക്കണോ, കേക്കടെ നിങ്ങകും ഫലിക്കണോ എന്നെങ്കിൽ മാത്രമായിട്ട് ഇക്കടെ അതൊരു ഇബാദത്തായിട്ട് മാർപ്പാടാവിടത്. അതിലൊരു ഫലം ഉണ്ടാവുകയോ സാധ്യ. നല്ല വാള് ചെന്നത് കൊണ്ടിട്ടോ മാത്ര കാര്യമില്ല. കേക്കടെ ആൽമാർ അതുകൊണ്ട് അമലാക്കില്ലെങ്കിൽ ജീവിതത്തില് പകർത്തണോ ചെല്ല ഒരു പ്രഥമ നീയത്ത് എല്ലാവർക്കും വേണം. എന്നെങ്കിലും മാത്ര ഇൽമുടെ മജ്ലിസ് കൊണ്ടിട്ടു ഞങ്ങൾക്ക് പ്രയോജനം എടുക്കുക സാധ്യ. മക്കളെല്ലാം മുണ്ടതേക്കണോ? നിങ്ങളെ പാട്ട് പ്രസംഗം എല്ലാമ്പത്തേക്ക് വലിയങ്ങ മുണ്ടതേച്ചിട്ടില്ലേ? ഇപ്പൊ നിങ്ങൾ മുണ്ടതേക്കണം. ഒരു എതിർല് കുർസുങ്ങ കാലിയുണ്ട്. അല്ലെങ്കോ ഇൽമുടെ മജ്ലിസിൽ അവർ ബഹുമാന ഇന്നെങ്കിൽ അല്ലെങ്കിൽ മനസ്സിന്നെങ്കിൽ വന്നിട്ട് എതിർതേക്ക. പിന്നെ അപ്പപ്പ ബിൽച്ചോണ്ടിന്നെങ്കിൽ അതൊരു മജ്ലിസ് ഒരു അലങ്കോലാവിടും. ഒരു നല്ല കൃഷിയാക്കുക ഗൊന്തുള്ള ഒരാള്, നല്ല ഗൊന്തുണ്ട് അയാൾക്ക് കൃഷിയാക്കുക. പക്ഷേ അയാൾ നക്ക് നല്ല കൃഷിയാക്കടെ സാമർഥ്യം ഉണ്ട് ചെന്നിട്ടോ അയാൾ പോയിട്ട് കൃഷി ആക്കടത് എവിടെ ചെന്നെങ്കിൽ വലിയൊരു ബണ്ടക്കല്ലുടെ മേൽ അല്ലെങ്കിൽ ഭൂമി ഗട്ടിയായ ഒരു ജാഗല് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കൃഷിക്ക് അനുയോജ്യമല്ലാത്ത യോജിക്കാത്ത അനുയോജ്യമായ ഒരു ജാഗലായിട്ടിക്കട് ഒരാള് നല്ല കൃഷിയാക്കുക, നല്ല തണ്ടയുടെ ഉള്ള നല്ല സാമർഥ്യമുള്ള ഒരാൾ പോയിട്ട് കൃഷിയാക്കണത് കണ്ടെങ്കിൽ അവിടെ നിരീക്ഷിച്ച് കൃഷി ഉത്പത്തിയാക്കുക സാധ്യമാ? നിന്റെ പലക്കാർത്താവിടല്ലേ നല്ല കൃഷിയാക്കുക ഗൊന്തുള്ള ഒരാള് പോയിട്ട് കൃഷിയാക്കണത് ഒരു പാറക്കല്ലുടെ മേൽ ഒരു പാതയുടെ മേൽ എന്നെങ്കിൽ അവിടെ കൃഷി ഉത്പത്തിയാക്കുക സാധ്യമാ? ഖണ്ഡിതമായിട്ടും ഇല്ല, സാധിക്കില്ല. അതേ സന്ദർഭത്തിൽ ഒരാൾക്ക് എന്തും കൃഷിയാക്കുക തരില്ല. കൃഷിയുടെ ಬಗ್ಗೆ യാതൊരു അല്പജ്ഞാനം ഒരു മാഹിത്യ അയാൾക്കില്ല. പക്ഷെ അയാളോട്ട് നല്ല ഭൂമിയുണ്ട്. എന്നെങ്കിലും അയാൾക്ക് വേണ്ടതുപോലെ നിരീക്ഷിച്ച കൃഷി അവിടെ ഉത്പത്തിയാക്കുക സാധ്യമാ? ഇല്ല. ഇതിൽ എന്തിനാ മനസ്സിലാവിടെ ചെന്നെങ്കിൽ ഒരു നല്ല ഒരു ഫലം നിങ്ങൾക്ക് കാണുന്നുണ്ട് കണ്ടെങ്കിൽ ആളുക്ക് കൃഷി ആക്കുക തെരിയണോ. കൃഷി ആക്കപ്പെട്ട ജാഗ് അത് നല്ല ഫലവത്തായ ജാഗ ആയിട്ട് വേണോ. ഇതേ ഉദാഹരണം ചെന്നിട്ട് മഹാന്മാർ കിതാബിൽ പഠിപ്പാട്ടാറ്. വാള് ചൊല്ല ആളും കേക്കട ആളും ഈമാനികമായ ഒരു ബാന്ധവ്യം ഉള്ള ആൾമാരായിട്ടിന്നെങ്കിൽ മാത്ര അവിടെ ഒരു ഫലം ഉണ്ടാവുക സാധ്യ. ഈ മജ്ലിസിൽ കുറെ വയസ്സന്മാരായ ആൾമാരുള്ളാറ്. സാധാരണ എല്ലാവരും ബീഡി വലിക്കിറങ്ങ അല്ലേ? ബീഡി വലിക്കാത്തങ്ങാറുള്ളാറാ? ബീഡി സിഗരറ്റ് എല്ലാം ഒരേ സ്ഥാനത്ത്. ബീഡി ഇത് കേവലമായി ട്രിപ്പല്ല ബീഡി ചൊല്ലത്. പക്ഷെ അതില് വലിയ അപകടമെല്ലാം ഉണ്ട്. ഞാൻ ആ വിഷയത്തേക്ക് പോണില്ല. ഈ ബീഡി വലിക്കുക വേനായിട്ട് എന്താക്കണം, നിങ്ങൾ തീ കത്ത് പാട്ട തീപ്പട്ടി അടിക്കല്ലേ? തീപ്പട്ടിയുടെ കഡ്ഡി എടുത്തിട്ട് തീപ്പട്ടി ഇങ്ങനെ ഉറച്ചിറങ്ങ. ഈ വർസിയ കഡ്ഡി ആ തീപ്പട്ടിക്ക് ടച്ചായിട്ട് അതിൽ തീ ഉത്പത്തി ആവണം. അങ്ങനെ ആ തീ ഉത്പത്തി ആവണുണ്ട് കണ്ടെങ്കില് എന്താവണോ, ഈ വർഷരെ കഡ്ഡിലും മറന്ന് വേണോ, ആ തീപ്പട്ടിലും എന്താവണം മറന്ന് വേണം. ഈ മറന്ന് ടച്ചായിട്ടാകുമ്പോയിട്ടിക്കട് അവിടെ തീ ഉത്പത്തി ആവണം. ഏതെങ്കിലും ഒന്നില് മറന്നില്ലാണ്ട് കണ്ടെങ്കില് അവിടെ തീ ഉത്പത്തി ആവില്ല. ഒക്കല്ലേ ഈ വിഷയ? കഡ്ഡില് മറന്നില്ല, പെട്ടി നല്ല പുതിയത്. ഈ വർഷരെ കഡ്ഡില് മറന്നില്ലെങ്കിൽ ആ പെട്ടില് തീ ഉത്പത്തി ആവടാ ഇല്ല. കഡ്ഡി ഫ്രഷ് ഉണ്ടോ, പക്ഷെ ഈ പെട്ടില് മറന്നില്ല എന്നെങ്കിലും അവിടെ എന്താവില്ലേ, തീ ഉത്പത്തി ആവില്ലേ. അതേപോലെ ഫിർസത്ത മുഅ്മിനീങ്ങളെ ചൊല്ല നക്കും
അള്ളാഹുടെയും അള്ളാഹുടെ റസൂലിന്റെ ബഗില് ഒരു തെല്ലെങ്കും മനസ്സിൽ പേടി വേണം. കേക്കടെ നിങ്ങൾക്കും എന്താവണോ, ഈ വാള് കൊണ്ട് നക്കെന്തെങ്കിലും ഫലപ്രദ ആവണോ ചെല്ല ആ ഒരു ആശ നിങ്ങൾക്ക് വേണം. എന്തെങ്കിലും മാത്രമായിട്ട് ഇവിടെ ചൊല്ല വാതിലും കേക്കടെ വാതിലും എന്താവിടത് ഫല ഉത്പത്തി ആവിടത്. അല്ലെങ്കിൽ എന്താവിടോ പണ്ടൊരാൾ ചെന്ന പോലെ നല്ല വാള് ചെന്തലവാൻ അവൻ സുബഹിസ്കരിക്കുക വന്നിട്ടില്ലേ, വാള് നല്ല കേട്ട നല്ല വാള്, പക്ഷെ അവൻ സുബഹിസ്കരിക്കുക വന്നിട്ടില്ലേ. വാള് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാ? ഉസ്താദ് ജാവിഡി വാതിൽ ചെന്നത് സുബഹി നിസ്കാരത്തെ മഹത്വമേ. നീ എവിടെയെങ്കിലും പള്ളിക്ക് പോയിട്ട് ഇമാമു ജമാഅത്തായിട്ട് സുബഹി നിസ്കരിച്ചെങ്കില് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമൊട്ടിಗೆ നീന് എത്രമാ ഹജ്ജാക്കിയ പ്രതിഫലം അള്ളാഹു നിക്ക് തണ്ട ചെല്ല വാളായിട്ട് ഉസ്താദ് കേട്ടത്. ആ ഉസ്താദ് ചൊന്നത് ഓൻ കേട്ട, പക്ഷെ സുബഹി നിസ്കരിക്കുക വന്നിട്ടില്ലേ. ആ വാള് കൊണ്ട് എന്തൊരു പ്രയോജനം ഉണ്ടോ? അതുകൊണ്ടിട്ട് തെല്ല് നേരെ ചൊല്ല്, ജീവിതത്തില് അളവടിക്കാക്കുക. അള്ളാഹു നക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഞങ്ങൾ എല്ലാരും 5 വഖത്ത് നിസ്കരിക്കുന്ന ആൾമാറായിട്ടിക്കട. അതുക്ക് യാതൊരു രീതിയിലും റിയായിത്തി ചൊല്ലതു വിശുദ്ധമായ ഇസ്ലാമിലില്ല. ഒരു മനുഷ്യരുടെ ബുദ്ധി അവണ്ടൊട്ട് ഇക്കടെ കാലത്തോളം അവനക്ക് നിസ്കാര നിർബന്ധമായിട്ടിക്കടും. നിന്നിട്ട് നിസ്കരിക്കുക സാധ്യയില്ലാത്തവണോ? ഞങ്ങളുടെ പ്രായത്തിലല്ല ഗലാട്ട അവിടെ ഐസ്ക്രീം ഇല്ലേ, സൈലന്റ് ആയിട്ട് ശബ്ദമേ ഇല്ലാണ്ട് തിന്നുക അവിടെ ഞങ്ങളുടെ പ്രായത്തെ ഐസ്ക്രീം. ഇവിടെ മുള്ളില്ലല്ലേ, ഇതില് മുള്ളുണ്ടാ? ഇല്ലേ. നിസ്കാരത്തിന് യാതൊരു റിയായിത്തിയും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായ മനുഷ്യന്മാർക്ക് 2 സുലാഭത്തെ വിഷയതന്ത്ര മുഅ്മിനീങ്ങളെ കേൾക്കണം. ഈ 2 സുലാഭത്തെ വിഷയ ഞങ്ങളെ കൊണ്ട് നിർവഹിക്കുക സാധ്യമായെങ്കിൽ ഞങ്ങൾ സ്വർഗത്തിൽ എത്തിപ്പെട്ട ഭയങ്കര സുലഭമായ 2 വിഷയമായിട്ടിക്കണത്. ഒന്നേത് മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലെ ഒരു പലക്ക ഒരു മനുഷ്യരുടെ ജീവിതത്തെ ലാസ്റ്റ് പലക്കായി പോയെങ്കിൽ സക്കറാത്തിൽ കിടന്ന ആൾമാർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങ കാതിൽ ചൊന്നു കൊടുക്കണം. അങ്ങനെ അയാള് ആ പലക്ക ചൊന്നെങ്കില് പിന്നെ അയാളൊട്ട് വേറെ എന്തും ഞങ്ങ മുണ്ടുപാട്ടൊക്കെ തീരാ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലെല്ലാം മുന്നലെ മുണ്ടുപാട്ടും, അയാളൊട്ടിക്ക് എന്തെങ്കിലും വസിയത്തിന്നെങ്കിലെല്ലാം മുന്നലെ ചൊല്ലുപാട്ടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലെ ആ തൗഹീദിന്റെ കലിമത്ത് ചെന്നു കൊടുത്തെങ്കില് പിന്നെ ആ മനുഷ്യരൊട്ട് ഞങ്ങ പലക്ക വരെ യോഗ തീരാ. കാരണം എന്തേ, ആ മനുഷ്യരുടെ ലാസ്റ്റ് പലക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നിട്ട് ആയി പോയെങ്കില് ദഖലൽ ജന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലെ ഈ ഒരു സുലഭമായ ദിക്റുടെ ಗೌರವ ನಿಮಗೆ ಗೊಂತಿಕ್ವಾ ನಂಗೆ ಚೊಮ್ಮೆ ದಿಕ್ರುಂಗಲ್ಲ ಗೊಂತುಂಡಲ್ಲೇ ಸುಬ್ಹಾನಲ್ಲ ಗೊಂತುಂಡು ಅಲ್ಹಮ್ದುಲಿಲ್ಲ ಗೊಂತುಂಡು അല്ലാഹു അക്ബർ ಗೊಂತುಂಡು പ്രതി നാളും 5 വഖത്ത് നിസ്കാരത്തിൽ പിന്നെ 33 വട്ടം ചൊല്ല ഈ ദിക്ർ അതേ സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല ദിക്ർ നിങ്ങൾ എത്ര വട്ടം ചൊല്ലല്ലോ ഇവിടെ 10 വട്ടം ചൊല്ല നോക്കൂ നിങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോൾ ഞങ്ങളെ രണ്ട് ചുണ്ടും ചേർ സുബ്ഹാനല്ലാഹ് ബായി ചേർ ബായി ഒന്ന് ചേർ അൽഹംദുലില്ലാഹ് ചൊല്ലുമ്പോൾ ചുണ്ട് ചേർ ഒന്ന് അല്ലാഹു അക്ബർ ചൊല്ലുമ്പോൾ ചുണ്ട് ചേർ അതേ സന്ദർഭത്തിൽ ഒരാൾ മരിക്കുന്ന ടൈമിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നല്ല ഒരാൾ ലാസ്റ്റ് പലക്ക സുബ്ഹാനല്ലാഹ് ചെന്നിട്ടായെങ്കിൽ സ്വർഗ്ഗത്തിൽ കിടക്കറാണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചെന്നിട്ടില്ലേ അൽഹംദുലില്ലാഹ് ചെന്നിട്ടായെങ്കിൽ സ്വർഗ്ഗത്തിൽ കിടക്കറാണ്ട് ചെന്നിട്ടില്ലേ അല്ലാഹു അക്ബർ ചെന്നിട്ടായെങ്കിൽ സ്വർഗ്ഗത്തിൽ കിടക്കറാണ്ട് ചെന്നിട്ടില്ലേ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടിയത് ലാസ്റ്റ് പലക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നിട്ടായെങ്കിൽ സ്വർഗ്ഗത്തിൽ കിടക്കറാണ്ട് എന്തായിട്ട് ഇതിലുള്ള ഹിക്മത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോഴത്തേക്കോ
ഒരു വട്ടവും മേലിലെ ചുണ്ട് കീഴിലെ ചുണ്ട് ടച്ചാവില്ല. നിങ്ങൾക്ക് ചെന്നിട്ട് നോക്കാറുള്ള ഇത്ര കുറെ കുറി ചൊന്നിട്ടിക്കുവാർ എലുവായിര ദിക്രി എത്രമാപ്പെട്ട ചെന്ന് വെച്ചങ്ങായിക്കുവാർ അഡ്വാൻസ് ആയിട്ട് ഇപ്പമേ കബറിൽ വെളിച്ചാവുകയായിട്ട്. പക്ഷെ നോക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുമ്പോ മേലിലെ ചുണ്ട് കീഴിലെ ചുണ്ട് ടച്ചാവില്ല. കാരണം എന്തുകൊണ്ടാ ഈ ദിക്രെ ചൊല്ലുകയായിട്ട് അള്ളാഹുടെ റസൂൽ പഠിപ്പാട്ടിയത് ഒരാളുടെ ലാസ്റ്റ് പലക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നിട്ടായെങ്കില് അവന് സ്വർഗത്ത് പോണ്ടാണ്ട് അള്ളാഹുടെ റസൂൽ പഠിപ്പാട്ടുള്ള കാരണം ഇന്നലിൽ മൗത്തിലെ സക്കറാത്ത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൂഹ് അസ്രായീൽ അലൈഹിസ്സലാം പിടിച്ചെടുത്തത് എങ്ങനെ നിങ്ങൾ കൊണ്ടുണ്ടല്ലേ? ഒരു വെണ്ണല് നെയ്യില് മൂന്ന ഒരു മുടി, ആ മുടിയെ വലിച്ചെടുക്കുമ്പോത്തുകോ യാതൊരു നിലക്കുള്ള ഒരു ടൈറ്റ് ചൊല്ലത് ഉണ്ടാവില്ല. വലിച്ചെടുക്കുന്ന ആൾക്ക് ഒരു ശബ്ദം ഉണ്ടാവില്ല, അല്ലെങ്കിൽ യാതൊരു നിലക്കുള്ള ഒരു നമ്പലം ഉണ്ടാവില്ല. ആ രൂപത്തിലായിട്ട് ഒരു നെയ്യില് പൂന്നതായ ഒരു മുടി എടുക്കുക സാധ്യമാവുന്നത്. അതുപോലെ ആയിട്ടിക്കട് അള്ളാഹുടെ റസൂലിന്റെ റൂഹ് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പിടിച്ചതെങ്കില് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു ഇന്നലിൽ മൗത്തില സക്കറാത്ത്, മരണത്തിന് വലിയ നമ്പലം ഉണ്ട് ആയിഷ. ഇതിലാരും മരച്ചിട്ട് ഹയാത്തായങ്ങ ഇല്ല, മരണത്തെ രുചി നോക്കിയങ്ങ ഇല്ല. പക്ഷേ ആ സക്കറാത്ത് ഭയങ്കര നൊമ്പലുള്ള കിതാബിലുള്ള എടുത്തു നോക്കിയെങ്കിൽ ഭയങ്കര നാണ് കണ്ണാര ഒരാളെ റൂഹ് പോണ്ട ടൈമിൽ നാണ് കണ്ടത്. എങ്ങനെ ചൊന്നെങ്കില് അയാളിലെ മൂക്കുല് ചോര പൊട്ടിട്ട് തെരച്ചത് സൂറത്തുർ റഅദ് ഞങ്ങ മുട്ട തെച്ചിട്ട് മുതഅല്ലിമായിട്ട് പഠിച്ചോണ്ടിരിക്കുമ്പോ തെച്ച് ഓതിയോണ്ടിരുന്ന ആ സക്കറാത്ര ടൈമിൽ ലാസ്റ്റ് മൂക്കുല് ചോര പൊട്ടി തെരിച്ചത് നോക്കിയറ. അത്ര ഭയാനകമായിട്ട് കിടും. ആ ഭയാനകമായ സന്ദർഭത്തില് ഒരു മനുഷ്യയുടെ ചുണ്ടു പരസ്പര ചേർന്നത് പൽക്കബരയിടത് ചെന്നെങ്കിൽ ഇത് ഖണ്ഡിതമായിട്ടും അസാധ്യമായ വിഷയ. അതുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാം ഞങ്ങൾക്ക് സുലഭമായ ഒരു ദിക്ർ ചൊന്തു മരിക്കുന്ന ടൈമിലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ദിക്ർ നിങ്ങൾ ചൊന്നെങ്കില് ദഖലൽ ജന്ന. അല്ലാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കണേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല ദിക്ർ പതിവായിട്ട് ഞങ്ങൾ ചെന്നോണ്ടിക്കണം. എപ്പ എന്താവിടും ഞങ്ങളെ നാവ് മൂർച്ചയാവിടും. ഞങ്ങളെ നാവിടെ എന്താവിടും നല്ല മൂർച്ചയാവിടും. ഈ മൂർച്ചയായ ആ നാവ് കൊണ്ടിട്ട് മരിക്കുന്ന ടൈമിലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക യാതൊരു കഷ്ടവുമില്ല. പക്ഷെ ഞങ്ങളെ നാവിടെ ഞങ്ങൾ എങ്ങനെ മൂർച്ചയാക്കണോ? ദിക്റുകളെ കൊണ്ടിട്ടോ സ്വലാത്തുകളെ കൊണ്ടിട്ടോ ഖുർആനുകളെ കൊണ്ടിട്ടോ ഞങ്ങൾ മൂർച്ചയാക്കണോ. ഒരു കത്തി അതിനെ ഏതൊക്കെ യൂസ് ആക്കണ അതൊക്കെ യൂസ് ആക്കിയപ്പോ അത് മൂർച്ചയിക്കട്. ഒരു കത്തി ഇറച്ചി കൊത്ത മറ കൊത്ത അതേ കത്തി എടുത്തോണ്ട് പോയിട്ട് കല്ല് കൊത്തിയെങ്കില് ഇരുമ്പ് കൊത്തിയെങ്കില് ആ കത്തി ബഡ്ഡായി പോണ്ടില്ലേ? അതേപോലെ ഞങ്ങളെ നാവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തന്നത് അള്ളാഹുടെ സ്മരിക്കുക പേനായിട്ട്, നല്ല പലക്കത്തുക പേനായിട്ട്, ഇൽമുക പേനായിട്ട്, സ്വലാത്തുക പേനായിട്ട്. അത് വിട്ടിട്ട് ഞങ്ങ ഗീബത്തുക നമീമത്തുക ഹസദുക ഒറ്റകിച്ചുക ബെടക്ക് പലക്കത്തുക വേണ്ടാത്തരത്തുക ഞങ്ങൾ യൂസാക്കി പോയെങ്കില് ഞങ്ങളെ നാവ് എന്തായി പോണ്ടോ? ബഡ്ഡായി പോണ്ടോ. ഈ ബഡ്ഡായി പോയ നാവ് അവന് എത്ര വലിയ ഹാജി ആയെങ്കിലും എത്ര വലിയ ഖാദി ആയെങ്കിലും ലാസ്റ്റ് മരിക്കുന്ന ടൈമിൽ അവനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക സാധ്യയില്ല. അപ്പൊ ഞങ്ങൾ എല്ലാ ടൈമിലും ഞങ്ങളെ നാവുടത് ഞങ്ങൾ ജാഗ്രതയാക്കണം. ഒന്നാമത് അങ്ങനെ നാവുടെ ഞങ്ങൾ ജാഗ്രതയാക്കിയെങ്കിൽ ഞങ്ങൾ മരിക്കുന്ന ടൈമിൽ സുലഭമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക സാധ്യമാവുള്ളൂ. ഒരു മഹാനിന്ത് അയാള് വലിയ ആലിമായിട്ടിന്ത് മരിക്കുക പേനായിട്ട് കിടന്നിട്ട് സക്കറാത്ര ടൈം എല്ലാരും അയാളിലെ ചുറ്റു നിன்றாർ. ആ ടൈമിലോ ഒരു പൂച്ച വന്നിട്ട് അയാളെ ബായിക്ക് ഈ പൂച്ച വായിട്ടിട്ട് നാവിടെ കടിച്ചിട്ട് കൊണ്ടുപോയി. അങ്ങനെ അയാൾ മരണപ്പെട്ടു പോയി. ഈ ഒരു അവസ്ഥ ആ മനുഷ്യരെ ഉസ്താദ് വലിയ ഒരു നൊമ്പലം ഉണ്ടാക്കി. നിന്റെ ഭാര്യ ഒരു പിരിസത്തെ ശിഷ്യ, ഈ പഠിക്കുന്നതില് നല്ല മുൻചൂണിൽ നിന്ന ശിഷ്യ, ഉണ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയി പോയിട്ടല്ലേ ചെന്നിട്ട് ദുഃഖത്തില് കിടന്നിട്ടിക്കുമ്പത്തുകോ ജാവുക ഉസ്താദ് കിനാവ് കാണ്ട് ശിഷ്യ കബൂറിൽ ഭയങ്കര അദാബ്.
നല്ല അദാബുണ്ടോ ശിഷ്യക്ക്. ഉസ്താദ് കിനാവിലൂടെ ശിഷ്യരോട്ട് കേക്കട്, അല്ല മോനെ നിന്റെ ഒട്ട് നല്ല ഒരു വിശ്വാസം ഇൻത്ത്, നല്ല ഒരു പിർസ ഇൻത്ത്, ഇപ്പൊ നോക്കിയെങ്കിൽ നിന്റെ അവസ്ഥ ഇങ്ങനായി പോയിത്തല്ലേ എന്തേണ്ടി കേൾക്കുമ്പോ ആ ശിഷ്യ കിനാവിലൂടെ ഉസ്താദിനൊട്ട് ചൊല്ലു, ഉസ്താദെ നിങ്ങളെ നോട്ടത്തിൽ ഞാൻ നല്ലവനായിട്ടെങ്കിലും നക്കൊരു സ്വഭാവം ഇൻത്ത്, എന്തിനെ കൊണ്ടുണ്ട നന്റെ കൂട്ടത്തിൽ ഉസ്താദിനൊട്ട് ആറ് നല്ല ഉള്ളാറ് അങ്ങനെ ಬಗ್ಗೆ എന്തെങ്കിലും വന്നിട്ട് ഞാൻ ചൊന്നിട്ട് ഉസ്താദും അങ്ങകും പരസ്പര വൈരാഗ്യ മനസ്സ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഒരു ദ്വേഷത്തിലിക്കട പോലത്തെ ഉണ്ടാക്കണ പോലത്തെ ഒരു ചെറിയൊരു സ്വഭാവം നക്കി ആറ് നല്ലായിട്ട് ജണ്ടാൽമാർ നല്ലായിട്ട് ഇക്കടത് ഓണ് കാണോ സാധ്യയില്ലേ. ഒരേ ആൾമാർക്ക് അങ്ങനത്തെ സ്വഭാവം ഇക്കട. ആ ഒരു ദുസ്വഭാവം കൊണ്ടിട്ടു നല്ല പഠിച്ചിട്ടിന്ന ഹാഫിളായിട്ടിന്ന നല്ല കിതാബ് തെരഞ്ഞിട്ടിന്ന ആള് മരിക്കുക കിടന്നപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക ആവാണ്ടെ നാവ് കടിച്ചിട്ട് കൊണ്ടുപോയിട്ടിന്നെങ്കിൽ സുബ്ഹാനല്ലാഹ് ഞങ്ങ ഒരു സുബൈഹ് എണിച്ചെങ്കിൽ മോന്തിക്ക് കിടക്കട ജാവുക കിടക്കടേക്ക് മുന്നോളൂ എത്ര ഗീബത്തും എത്ര നമീമത്തും എത്ര ഫസാദും എത്ര കുടുംബത്തെ ബെടക്കാക്കടത് എത്ര ഔത്തുക തീയിട്ട സ്വറ നിങ്ങൾ ആക്കട ഞങ്ങളെ നാവിലൂടെ വന്നു പോണ്ടോ. ഇങ്ങനത്തെ നാവ് കൊണ്ടിട്ട് ഒരിക്കലും എന്താക്കൂ സാധ്യയില്ല. ലാസ്റ്റ് മരിക്കുന്ന ടൈമിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ സാധ്യയില്ല. രണ്ടാമത്തെ സുലാബത്തെ അമലായിട്ട് അള്ളാഹു സ്വർഗത്തുക്ക് പോകുവാനായിട്ട് ഞങ്ങൾക്ക് തന്നത് അതായിട്ട് 5 വഖത്ത് നിസ്കാര ചൊല്ലത്. നിസ്കാരത്തെ പോലത്തെ സുലഭമായ ഇബാദത്ത് വേറെ ഒരു ഇബാദത്തും ഇല്ല. ഹജ്ജ് സാധാരണ ഹജ്ജിക്ക് പോയ ആൾമാർ ഇതിലിക്കുവാർ, ഉംറത്തുക്ക് പോയ ആൾമാർ ഇതിലിക്കുവാർ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, ഞങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജ് എത്ര ഒരു കഷ്ടത്തെ ഇബാദത്തല്ലേ, എത്ര പൈസ ചെലവാക്കണ്ടേ. ഉസ്താദ് ചന്തല്ലേ ബാലക്കാരല്ല സുബഹി നിസ്കരിക്കുക പറഞ്ഞോണ്ട് ഒരു നയാ പൈസ ചെലവില്ലാണ്ട് പള്ളിക്ക് എത്തവും സാധ്യമുണ്ടല്ലേ, നിസ്കരിക്കവും സാധ്യമുണ്ടല്ലേ. റമദാൻ തിങ്കളിൽ നോമ്പ് പിടിക്കരുത്, സുബ്ഹാനല്ലാഹ് എത്ര ഒരു കഷ്ടത്തെ വിഷയമായിട്ട് പോലടി വെയിലത്തില് പട്ടിണി തെച്ചിട്ട് തന്നി കുടിക്കാണ്ട് തേക്കരുത്, എത്ര ഒരു കഷ്ടത്തെ വിഷയമായിട്ട് എന്നിട്ട് പോലും ഞങ്ങൾ നോമ്പെടുക്കണം. ഹജ്ജ് കൊടുക്കണം, ഹജ്ജാക്കട. സക്കാത്ത് സാമർത്ഥ്യം ഞങ്ങൾ സക്കാത്ത് കൊടുക്കണം, ഇതെല്ലാം ആക്കട. പക്ഷെ ഇതെല്ലത്തെ കാട്ടി നമ്പർ 1 ഇബാദത്ത് അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹാ അസ്സലവാത്തുൽ ഖംസ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു, ഒരു മനുഷ്യന്റെ തടി കൊണ്ട് എടുക്കട ഇബാദത്തിലെ കൂട്ടത്തില് ഏറ്റവും ശ്രേഷ്ഠമായ നമ്പർ 1 സ്ഥാനത്തിൽ നിൽക്കട ഇബാദത്ത് അത് നിസ്കാരമായിട്ടിക്കട്. ആ നിസ്കാരത്തിന് അത്ര ശ്രേഷ്ഠത്തെ അള്ളാഹു കൊടുക്കുള്ള കാരണം എന്തിനു കൊണ്ടുണ്ടാ, വർഷത്തിൽ ഒരു തിങ്കൾ ഫുള്ളായിട്ട് നോമ്പ് പിടിക്കുക. ആ നോമ്പ് അള്ളാഹു സ്വർഗത്തെ താക്കോലാക്കിയിട്ടില്ലേ. ലക്ഷക്കട്ടലെ പൈസ ചെലവാക്കിയിട്ട് ഹജ്ജിക്ക് പോയിട്ട് അവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആക്കിയ ഇബാദത്ത് അത് അള്ളാഹു സ്വർഗത്തെ താക്കോലാക്കിയിട്ടില്ലേ. 2 നിമിഷം 3 നിമിഷത്തിൽ മാത്രം നിർവഹിച്ചത് തീർക്കുക. അവിടെ പോലത്തെ നിസ്കാരത്തെ അള്ളാഹു അസ്വലാത്തു മിഫ്താഹുൽ ജന്ന സ്വർഗത്തെ താക്കോൽ അള്ളാഹു ആക്കിയ കാരണം എന്ത് കൊണ്ടുണ്ട, നോമ്പ് പിടിക്കുക കുറെ ആൾമാർക്ക് ആവേശമുണ്ട്. ചെറിയ ചെറിയ മക്കൾക്ക് പോലും നോമ്പ് പിടിക്കുക ആവേശമുണ്ട്. ചെറിയ ചെറിയ മക്കളത് പോലും ഹജ്ജിക്ക് ഉംറത്തുക്ക് കൂട്ടിക്കൊണ്ട് പോണ്ടാരതുക്കുള്ള വ്യവസ്ഥക്ക് പേനായിട്ട് ആക്കിടാറ്. അതേ സന്ദർഭത്തിൽ ചെറിയ മക്കളൊട്ട് പോലും നിസ്കരിക്കുക ചെന്നെങ്കിൽ വലിയൊരു ഉദാസനായിട്ടിരിക്കും. അപ്പൊ ആ നിസ്കാരത്തിൽ എന്ത്രമാ ഒരു പവറുണ്ട്. അതുകൊണ്ടായിട്ട് ഈ നിസ്കാരത്തെ അള്ളാഹു എന്താക്കി സ്വർഗത്തെ താക്കോലാക്കിയത്. അപ്പൊ നിസ്കാരത്തെ സ്വർഗത്തെ താക്കോലാക്കിയത് കൊണ്ടിട്ടു ആ താക്കോലില്ലാണ്ട് സ്വർഗത്തെ ഉൽഗ കടക്കുക സാധ്യയില്ല. സ്വർഗം ലോക്കായിട്ട് ഞങ്ങൾ പോകുമ്പോത്തും ഞങ്ങളുടെ കയ്യിൽ താക്കോൽ വേണം. ആ താക്കോൽ ഇന്നെങ്കിലും സ്വർഗം ഓപ്പൺ ആവും. സ്വർഗത്തെ ഉൽഗ പോയാൽ പിന്നെ ഞങ്ങൾ ബാക്കി ഏതെല്ലാം അമലാക്കിട്ടിക്കട അതൊക്കെ അതിന്റെ പ്രതിഫലം അല്ലാഹു ആ സ്വർഗത്തെ ഉൽഗായിട്ടിക്കട തണ്ടത്. അതേ സന്ദർഭത്തിൽ അതൊരു ഉൽഗ പോകണമെങ്കിൽ താക്കോൽ വേണല്ലേ. ആ താക്കോൽ ഇല്ലാണ്ട് കീ ഇല്ലാണ്ട് ചാവി ഇല്ലാണ്ട് ഉൽഗ പോകുക സാധ്യയില്ല. അപ്പൊ നിങ്ങൾ ചെല്ലുക ഞങ്ങൾ ബീഗ ഉടച്ചിട്ട് പോണ്ടാണ്ട് അവിടെ ഉടക്കുക സാധ്യയില്ല. കാരണം എന്താ കൊണ്ടുണ്ടാ അവിടെ അള്ളാഹു മലക്കുങ്ങളെ നിപ്പാട്ടിരിക്കട സ്വർഗത്തെ വായിൽ. ആ മലക്കുങ്ങ എത്ര ഗട്ടി മനസ്സിലെ മലക്കുങ്ങ ചെന്നെങ്കിൽ അങ്ങോട്ട് അള്ളാഹു യന്ത്ര വിഷയിച്ചൊന്നിട്ടിക്കടാണ് അത് കട്ടുനിട്ടായിട്ട് പാലനാക്കിട ആൾമാരായിരിക്കും മലക്കുങ്ങ ചൊല്ലത്. ഒരു അക്ഷര പോലും അങ്ങ് അതൊക്കെ വിരുദ്ധമായിട്ട് നടക്കില്ലേ. അപ്പൊ മലക്കുങ്ങ വിടൂല്ല, നിന്റെ ബീഗ വടക്കുക. അപ്പൊ നിന്റെ കയ്യിൽ കറക്റ്റായ താക്കോലിന്നെങ്കിൽ മാത്രം ആ സ്വർഗത്തേക്ക് പോകുക സാധ്യ.
അപ്പൊ ഇത്ര സുലാഭത്തെ ജണ്ട് വിഷയായിട്ട് വിശുദ്ധമായ ഇസ്ലാം ഞങ്ങളെ വിജയിപ്പിക്കുകയായിട്ട് തന്നെ ജണ്ട് വിഷയ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല ആ തൗഹീദിന്റെ കലിമത്ത്, രണ്ടാമത്തത് 5 വഖത്ത് നിസ്കാര. സാധാരണ ഞങ്ങളെ ഘട്ടഭാഗത്തെല്ലാം നോക്കിയെങ്കില് നിസ്കാരത്തെ വിഷയത്തില് ഈ ഭാഗത്തിലായിട്ട് യാറെ ആവേശം നിസ്കാരത്തെ വിഷയത്തിൽ. അപ്പൊ ഈ നിസ്കാര ഞങ്ങളെ ദുനിയാവുടെയും ആഖിറത്തെയും വിജയത്തിന് കാരണമായിട്ടിക്കും. ഈ നിസ്കരിക്കുന്ന ആൽമാർ ഞങ്ങൾ നിസ്കാരത്തിന് കൈകെട്ടിയ സാത്തുക ഞങ്ങ അള്ളാഹുരൊട്ടുക്ക് ചൊല്ല എന്തിനായിട്ട് വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. ഇത് ഞങ്ങൾ ചൊല്ല. പഠിച്ചോനെ, ഞാൻ ഇത്രത്തോളം എന്റെ സ്വന്തത്തിന് മേനായിട്ട് എന്തെല്ലാം ആക്കിയിട്ട്, ബിസിനസ് ആക്കിയിട്ട്, ബാണിയാക്കിയിട്ട്, കച്ചവടാക്കിയിട്ട്, സ്വറ ആക്കിയിട്ട്, എന്തെല്ലാം ആക്കിയ ഇപ്പൊ ഞാൻ വന്നിട്ട് നിന്റെ എതിരില് നിന്റെ ഹനീഫൻ മുസ്ലിമൻ, ഞാൻ ഒരു കറക്റ്റ് മുസ്ലിമായ നിലക്കായിട്ട് റബ്ബേ ഞാൻ നിന്റേത് അണ്ട് ചെന്നിട്ട് മാത്രം നിപ്പാട്ടില്ലേ വമാ അന മിനൽ മുശ്രികീൻ, നാണ് മുശ്രിക്കുകളിൽ പെട്ടവനല്ല, നാണ് മുശ്രിക്കല്ല റബ്ബേ, നാണ് മുശ്രിക്കല്ല, നാണ് ശിർക്കാക്കിടോണല്ല. ദുനിയാവിൽ ഒരുപാട് കഷ്ടങ്ങ, ത്യാഗങ്ങ, തൊന്തരങ്ങ, ബുദ്ധിമുട്ടുങ്ങ, സമസ്യങ്ങ എന്നൊക്കെ എതിർക്കേണ്ടി വന്നെങ്കിൽ പോലും ഞാൻ ഒരിക്കലും ഇത്തരത്തോളം അള്ളാഹുടെ ദീൻ വിരോധിച്ച ഒരു ശിർക്കിടെ ഭാഗത്തേക്ക് ഞാൻ പോയിട്ടില്ല റബ്ബേ. ഞങ്ങൾ നിസ്കാരത്തിൽ ഞങ്ങൾ ചൊല്ലത് ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നിട്ട് ഞങ്ങൾ ചൊല്ലേന്ദ്ര ഒന്നുണ്ട് നന്റെ നിസ്കാര, നന്റെ ഇബാദത്ത്, നന്റെ എല്ലാ സത്കർമ്മ, നന്റെ ജീവന, നന്റെ മരണ എല്ലവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവായിട്ട് കേട്ടിട്ട് ഞങ്ങൾ നിസ്കാരത്തിൽ ചൊല്ല. അപ്പൊ അതുപോലെ ഞങ്ങൾ നടന്നില്ലെങ്കിൽ നിന്റെ ജീവന, നിന്റെ മരണ, നിന്റെ എല്ലവും അള്ളാഹുവായിട്ട് ഞാൻ സമർപ്പിച്ച ചെന്നിട്ട് നിസ്കാരത്തിൽ കൈ കെട്ടിട്ട് വന്നിട്ട് ചെന്നിട്ട് പിന്നെ വന്നിട്ട് അതൊക്കെ നേരെ തദ്വിരുദ്ധമായിട്ട് ഞങ്ങൾ ആക്കിടാണ്ട് കണ്ടെങ്കിൽ നിസ്കാരത്തിൽ പോലും ഞങ്ങൾ കലവ് ചെല്ലങ്ങാട്ടായി പോണില്ലേ. അതുകൊണ്ടിട്ടോ ഞങ്ങൾ എന്താക്കണോ ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വ അന മിനൽ മുസ്ലിമീൻ. കൃത്യമായിട്ടും ഒരു മുഅ്മിനായ മനുഷ്യ 5 നേരം ഇതിലെ ചെന്നോണ്ടേക്കട വ അന മിനൽ മുസ്ലിമീൻ വ അന മിനൽ മുസ്ലിമീൻ വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനായിട്ടിക്കട്, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനായിട്ടിക്കട്, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനായിട്ടിക്കട്. എന്റെ നാണ് മുസ്ലിം പടച്ച റബ്ബുക്ക് കൊന്നില്ലേ ഞാൻ എന്തിനാ അപ്പ ചെന്നിട്ട് നെനപ്പാക്കിക്കൊണ്ടിരിക്കണത്? ഇത് അള്ളാഹുക്ക് നെനപ്പാക്കണതല്ല, നന്റെ നഫ്സിലൊട്ടുകോ നന്റെ ശരീരത്തൊട്ടുകോ ഞാൻ നെനപ്പാക്കണതായിട്ട്. കാരണം എന്തേ, ഞാൻ ഒരു മുസ്ലിം ചെന്നിട്ട് എപ്പോഴും നക്ക് ഓർമ്മയുന്നപ്പ നക്ക് ഹറാമുടെ ഭാഗത്ത് പോകും നക്ക് മനസ്സ് പണ്ടില്ലേ, നക്ക് കലവ് ചെല്ലകു നക്ക് മനസ്സ് പണ്ടില്ലേ, വ്യഭിചാരത്തെ ഭാഗത്ത് തിരിയകു നക്ക് മനസ്സ് പണ്ടില്ലേ. കാരണം നാനായിരിക്കേ, ഞാൻ ആറായിട്ടിക്കടേ, ഞാൻ ഒരു മുസ്ലിം ആയിട്ടിക്കടേ. ആ മുസ്ലിം ആയിട്ടിക്കടേ ചില ഒരു ബോധ എപ്പ ഉണ്ടാ അപ്പ ഒരു മനുഷ്യൻ എന്താക്കല്ല ബെടക്ക് സ്വർത്തുക്ക് പോകും സാധ്യമേ ഇല്ല. അതുകൊണ്ട് എപ്പോഴും ഞങ്ങളെ മനസ്സിലോട്ട് ഞങ്ങൾ എച്ചരിക്ക കൊടുത്തോണ്ടോ നെനപ്പാക്കിക്കൊണ്ടിരിക്കണത് വ അന മിനൽ മുസ്ലിമീൻ വ അന മിനൽ മുസ്ലിമീൻ. ഇതിന്റെ ഉദ്ദേശം എന്തിനാ പഠിച്ചോനെ? ഈ ദുനിയാവിൽ കോടാനുകോടി മനുഷ്യന്മാരെ നീ സൃഷ്ടിച്ച് അതിൽ ഒരുപാട് ജാതി ധർമ്മ പങ്കടത്തങ്ങൾ ഉള്ള ഒരുപാട് ആൾമാർ അള്ളാഹു അല്ലാത്ത ഇത്തര വസ്തുങ്ങളെ, ഇത്തര ദൈവങ്ങളെ ആരാധിക്കണങ്ങളുള്ള. പക്ഷേ നന്റെ നീന് മുസ്ലിമായ ഒരു ഉമ്മകും ബാപ്പവും ഭയത്തിൽ സൃഷ്ടിക്കണ പോലെ നന്റെ നീന് ആക്കി, നന്റെ നീന് ഒരു മുസ്ലിമായിട്ട് നന്റെ നീന് സൃഷ്ടിച്ച് ഞാനിപ്പോ മുസ്ലിമായിട്ട് ജീവിച്ചോണ്ടല്ലേ. പക്ഷേ നന്റെ മരണ മുസ്ലിമായിട്ട് ആയിട്ടിക്കുക ഇല്ലേ ചെന്നിട്ട് നക്ക് ഉറപ്പില്ല റബ്ബേ. അതുകൊണ്ട് നന്റെ നീന് മുസ്ലിമായിട്ട് മരിപ്പാട്ടണോ റബ്ബേ. ചെല്ല ആ ഒരു ബോധ എന്താവണോ? പ്രതി 5 വഖത്ത് നിസ്കാരത്തില് ഞങ്ങൾ വജ്ജഹത്ത് ഓതുമ്പത്തേക്ക് പറയണം. കാരണം എന്തേ, ഈ ദുനിയാവിൽ ജീവിച്ചു പോയ എത്രമാ വലിയ 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 ആൾമാർ മുസ്ലിമായി ജനിച്ചാർ, മുസ്ലിമായി ജീവിച്ചാർ, മരിക്കുന്ന ടൈമിൽ പക്ഷേ മുസ്ലിമായിട്ട് അങ്ങ് മരിച്ചിട്ടില്ല. കാഫിറായി ചത്തുപോയ എത്രമാ ആൽമാറുള്ള അങ്ങ് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു അനുസ്മരിക്കപ്പെട്ട ഈ ഒരു മജ്ലിസ്
മുഹിയുദ്ദീൻ ശൈഖിയുടെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന ഇബ്നു സഖാച്ചിൽ ഒരു വലിയ മനുഷ്യ, പഠിക്കരുത് നല്ല ഉഷാരിന്റെ മനുഷ്യ, ഒരു മഹാന്റെ പൊരുത്തക്കേടായത് കൊണ്ടു, ഒരു വലിയ പരീക്ഷയ്ക്ക് പോയ കാരണം കൊണ്ടിട്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്നു സഖാച്ചിൽ ആ ഒരു മനുഷ്യരെ കാഫിറായിട്ട് ചത്തുപോണ്ട വല ആക്കിറ. അപ്പൊ ഞങ്ങൾ എല്ലാവർക്കും മുസ്ലിമായി ജനിച്ചത് കൊണ്ടിട്ടു മുസ്ലിമായിട്ടേ മരിക്കില്ല ചൊല്ല യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഞങ്ങളെ കേട്ട യൂസുഫ് നബിയുടെ ചരിത്രം. യൂസുഫ് നബി ചെന്നെങ്കിൽ ഈ ദുനിയാവിൽ അല്ലാഹു ഏറ്റവും സൗന്ദര്യം നൽകപ്പെട്ട ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാട്ടി ചന്തത്തെ ഒരു ശരീരം അല്ലാഹു ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വിട്ടെങ്കില് ഈ ദുനിയാവിൽ യാറെ സൗന്ദര്യ, ചന്ത, ജമാലത്ത്, സീനത്ത് കൊടുക്കപ്പെട്ട ഒരാളിനെങ്കില് അത് നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ സൗന്ദര്യം കണ്ടിട്ട് പെണ്ണിങ്ങ ലയിച്ചു പോയി. സലീഖ ബീവി റളിയല്ലാഹു തആല അൻഹ യൂസുഫ് നബി അലൈഹി സ്വലാമിൽ ലയിച്ചു പോയി. എല്ലാ പെണ്ണുങ്ങളും സലീഖ ബീവിയുടെ തമാശ ആക്കാറ്. അങ്ങനെ പെണ്ണുങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു പരീക്ഷ ആക്കുക. നിങ്ങാരും നോക്കില്ലേ, നോക്കുക. യൂസുഫ് നബിയുടെ നോക്കിയിട്ട് നിങ്ങൾക്ക് മതി മറപ്പുണ്ടാ അവിടെ ഇല്ല നോക്കാ ചെന്നിട്ട് പെണ്ണുങ്ങളെ കയ്യിലെല്ലാം ഓരോരോ കടുപ്പാട്ടി വിട്ടാർ. യൂസുഫ് നബി അലൈഹി സ്വലാം കടന്നിട്ട് പോകുമ്പോ കയ്യില് ആപ്പിൾ പിടിച്ചിട്ട് കത്തി പിടിച്ചിട്ട് തെച്ച പെണ്ണിങ്ങ യൂസുഫ് നബി അലൈഹി സ്വലാമുടെ സൗന്ദര്യത്തിൽ സോത്തു പോയിട്ട് ആപ്പിൾ മുറിക്കിടെ ജാഗല് ആപ്പിൾ കട്ടായിട്ട് ഞങ്ങളെ കൈ കട്ടായി പോയിട്ട് എന്തെങ്കിലും പോലും ഗൊന്തായിട്ടില്ല. അത്രയും ഒരു ചന്തത്തെ മനുഷ്യായിട്ട് നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. യൂസുഫ് നബിക്ക് അല്ലാഹു സൗന്ദര്യം കൊടുത്ത, അധികാരം കൊടുത്ത. മാത്രല്ല യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ കാലത്തില് യൂസുഫ് നബിക്ക് അല്ലാഹു കൊടുത്ത വലിയ ഒരു മുഅ്ജിസത്തായിട്ട് കിനാവുക വ്യാഖ്യാന ചൊല്ലേ. ആര് എന്ത് കിനാവ് കണ്ടെങ്കിലും അതിന്റെ അർത്ഥം ഇങ്ങനെ ചെന്നിട്ട് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന പോലത്തെ ഒരു സാമർത്ഥ്യ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമു. അധികാരം കൊടുത്ത അല്ലാഹു, സൗന്ദര്യം കൊടുത്ത, എല്ലാം കൊടുത്ത. എന്നിട്ട് പോലും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുരൊട്ടുക്ക് എപ്പോഴും ആക്കിക്കൊണ്ടിരുന്ന ദുആ. ഞാനിതിൽ എന്തൊക്കെ ചൊല്ലിച്ചെന്നെങ്കിൽ ഞങ്ങളെ കേവലം ഒരു ബാപ്പാവും ബൈത്തിൽ പറഞ്ഞത് കൊണ്ടിട്ട് മാത്രം ഇവിടെ മുസ്ലിം ആയിട്ട് ജീവിച്ചുകൊണ്ടുള്ളാണ്ടായെങ്കില് ഞങ്ങൾക്ക് എല്ലാവർക്കും മുസ്ലിം ആയിട്ടേ മരിക്കിടാ ചൊല്ലത് ഏത് ഗ്യാരണ്ടി? ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുരൊട്ടി എപ്പോഴും ആക്കിക്കൊണ്ടിരുന്ന ദുആ സൂറത്ത് യൂസുഫ് എടുത്തു നോക്കിയെങ്കിൽ കണ്ട് റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്, പടച്ചവനെ നക്ക് നീ രാജാധികാരം തന്നെ, എന്ത് കിനാവ് കണ്ടെങ്കിലും ആ കിനാവുള്ള വ്യാഖ്യാനം ഇങ്ങനെ ചൊല്ലും. ആ വ്യാഖ്യാനം ചൊന്നതുപോലെ അവിടെ നേരായിട്ട് അത് കാണുമുള്ള ഒരു സാമർത്ഥ്യ നക്ക് നീന് തന്നെ. പക്ഷേ ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയുടെ സൃഷ്ടിച്ചതായ റബ്ബേ, അൻത വലിയി ഫിദ് ദുനിയ വൽ ആഖിറ, ഈ ദുനിയാവിലും ആഖിറത്തിലും നീനായിരിക്കണം എന്റെ സംരക്ഷക. അതുകൊണ്ട് തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, പടച്ചവനെ നന്നെ നീന് മുസ്ലിമായിട്ട് മരിപ്പാട്ടോണ് റബ്ബേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, നന്നെ നീന് സ്വാലിഹീങ്ങളായ ആൾമാരെ കൂടെ നീന് സേർപാട്ടോണ് റബ്ബേ. ഈ ദുആ കിടത് ആര് കൊണ്ടുണ്ടാ? നന്റെ നിങ്ങളെ പോലത്തെ കേവല ഒരു മനുഷ്യ അല്ല, ബദലായിട്ട് നബിയായിട്ട് നിയോഗിക്കപ്പെട്ട, റസൂലായിട്ട് നിയോഗിക്കപ്പെട്ട ആളായിട്ട് കിട്. പക്ഷെ നന്റെ നിങ്ങളെ അവസ്ഥ എന്തായിട്ടിക്കൂ? ഞങ്ങൾ യോചനാക്കും. എന്തെല്ലാം അനാചാരായിട്ട് ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ നടത്തി കൂട്ടത്. എവിടമാ യന്ത്രമാ ആരാ ആക്കിയാറ് ചെന്നിട്ടും ഏതാ ഒരു പാശ്ചാത്യൻ സംസ്കാര, ഏതാ ഒരു സംസ്കാരം ഉള്ളങ്ങ ദീനില്ലാത്തങ്ങ എന്തമാ ആക്കിയാറ് ചെന്നിട്ടു ഞങ്ങളെ ഔത്തര കാര്യക്രമത്തിലും ഞങ്ങൾ അത് എടുത്തോണ്ട് വന്ന. എവിടമാ യന്ത്രമാ ഒരു വേണ്ടാത്തത് നടക്കിട്ട് ചെല്ലുമ്പോ ഞങ്ങൾക്കും അത് മോഡലായി പോയി. മങ്ങലത്തെ പേരിൽ എന്തെല്ലാം അനാചാരം നടക്കിട്, മൈലാഞ്ചിയുടെ പേരിൽ എന്തെല്ലാം അനാചാരം നടക്കിട്.
സുബ്ഹാനല്ലാഹ്, നിങ്ങൾ മുസ്ലിം ചെല്ല ഒരു ബോധമേ നിങ്ങൾ ഇല്ലാണ്ടായി പോയിട്ട്. അതുകൊണ്ട് ഫിർസത്ത മുഅ്മിനീങ്ങളെ സമയ ആയോണ്ട് ಬಂತಂತ ಕಾಂಡು ನಾನು ದೀರ್ಘಿപ്പിക്കില്ല. ചമ്മ വാള് കേൾക്കണോണ്ടില്ല. മഹാനായ കഅബ് ഇബ്നുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹു ചൊല്ലു, ഒരാൾക്ക് വാള് കേൾക്കണു ചൊല്ലേ ഉദ്ദേശം ഇന്നെങ്കില് അവന് ചെമ്മ വാളെന്ത് കേൾക്കണോണ്ടില്ല. ഇപ്പൊ വാള് എന്ത് കൊറടിയും ഇല്ല പോടും. മൊബൈലിൽ അടിച്ചെങ്കിൽ എങ്ങനത്തെ വാള് വേണമെങ്കിലും വേണ്ട. നല്ല 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 പ്രാസംഗികന്മാര് എങ്ങനത്തെ വാള് വേണമെങ്കിലും വേണ്ട. പക്ഷേ വാള് എന്തും കൊറടിയില്ല. കൊറടിയുള്ളത് ഏതൊരു വാള് കേട്ട് അവിടെ പരിവർത്തനക്ക് മാത്രം കൊറടിയുള്ളത്. അതുകൊണ്ടിട്ടോ ഒരു മനുഷ്യ പരിവർത്തന ആവണുണ്ട് കണ്ടെങ്കില് അവന്റെ എതിരിൽ ഖുർആൻ ഓതിട്ട് അർത്ഥം വയ്ക്കണുണ്ടില്ല. കാലി ഖുർആൻ ഓതിയെങ്കിലും അയ്യാവോ അവന്റെ മനസ്സ് പൊട്ടിട്ട് അവന്റെ കണ്ണിൽ തണ്ണി വന്നു പോവുണ്ട്. അതായിട്ട് വിശുദ്ധമായ ഖുർആനില് മുഅ്മിനീങ്ങളെ ഒരു അടയാളമായിട്ട് അല്ലാഹു ചൊല്ലത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. മുഅ്മിനായ മനുഷ്യന്മാരെ മുന്നലോ ഖുർആൻ ഓതിയെങ്കിലും അയ്യാവോ അങ്ങനെ ഹൃദയ പെടച്ചിട്ട് അങ്ങ് ഈമാൻ വർദ്ധിക്കൂ. മരണത്തെ കുറിച്ചിട്ടുള്ള ഒരു പേടി അങ്ങ് യാറാവൂ. ഖബറിനെ കുറിച്ചിട്ടുള്ള പേടി അങ്ങ് യാറാവൂ. സ്വർഗത്തെ കുറിച്ചിട്ടുള്ള ആശ അങ്ങ് യാറാവൂ. നരകത്തെ പേടി അങ്ങ് ഉണ്ടാവൂ. കാലി ഖുർആൻ ഓതിയെങ്കിലും അയ്യാവോ ഉണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു, ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു തങ്ങളെ കേട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹുടെ ಬಗ್ಗೆ വലിയ ഒരു രാജാവായിട്ടിന്ത്, വലിയ ഒരു അധികാരിയായിട്ടിന്ത്, വലിയ ഒരു സാമ്രാജ്യത്തെ അധിപതിയായിട്ടിന്ത്, നല്ല അധികാര ಇಂತ, നല്ല പൈസ ಇಂತ, നല്ല ആഡളിത ಇಂತ, എല്ലാ സൗകര്യവും വ്യവസ്ഥയും എല്ലാ ആഡംബരത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു ഒരു നാൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹുടെ ഔത്തുലു സ്വർത്ത് ഇന്ന ഒരു പെണ്ണ് ആ അക ക്ലീൻ ആക്കിക്കൊണ്ട് വന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹുടെ അക ക്ലീൻ ആക്കിക്കൊണ്ട് അങ്ങനെ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹുടെ റൂമുക്ക് വന്നിട്ട് നോക്കുമ്പോ യജമാന റൂമിലില്ല. അപ്പൊ ഈ റൂമല്ല ക്ലീൻ ആക്കിട്ടാകുമ്പോ ആ പെണ്ണുക സഹോദരിക്ക് ഈ റൂമിലൊന്ന് നാനൊന്ന് ദയിക്കട്ട, ഈ റൂമിലോ ഈ കട്ടില്ല മേല് കിടക്കട മേലൊന്ന് നാനൊന്ന് ദയിക്കട്ട ചിലൊരു ആശ ഉണ്ടായിട്ട് അങ്ങനെ ആ പെണ്ണ് സ്വറ ആക്കിട്ട് ബച്ചിട്ടിന്നെ സുസ്തായിട്ടിന്ന ആ പെണ്ണ് ആ കട്ടില്ല മേല് തെല്ലുനേരെ ദയിക്കിറാൽ ദച്ചിട്ടാകുമ്പോ സുസ്തായ പെണ്ണുക അവിടെ മേ ഉറക്ക് വന്ന് വൈത്ത് ആ കിടക്കല് ഗൊന്തില്ലാത്ത പോലെ ഉറങ്ങിട്ട് പോണ്ടാൽ തെല്ലുനേരായ സാത്ത് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു തന്റെ അരമനക്ക് പണ്ട് തന്റെ റൂമുക്ക് പണ്ട് റൂമുടെ ഉൽക വന്നിട്ട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇത്ര വലിയ സാമ്രാജ്യത്തെ അധിപതിയായ നന്റെ അരമനയുടെ ഉൽക, അതും നന്റെ പ്രൈവേറ്റ് റൂമുടെ ഉൽക, അതും നാനു മാത്രം കിടക്കിട നന്റെ കട്ടില്ല മേല് നന്റെ ഔത്തര സ്വർത്തര ഒരു പെണ്ണ് വന്ന് കിടന്നിട്ടിന്നാലുണ്ട് കണ്ടെങ്കില് ഒരു എത്ര വലിയ അഹങ്കാരയിക്കൂ. അർസ വന്നു പോണ്ട് മഹാന് അർസ വന്ന വരത്തില് എടുത്തിട്ട് ഒരടി കൊടുക്കുടുപ്പിന്റെ മുഖത്ത് ആ അടിയില് നമ്പർ സഹിക്കുക തീരാണ്ട് യഥാർത്ഥ പെണ്ണ് യഥാർത്ഥായിട്ട് ജോറ് ബുൽപ്പിടകു സ്റ്റാർട്ടാക്കടും. ബുൽപ്പിട്ട് അതേ പെണ്ണ് അപ്പമേ ചിരിക്കവും സ്റ്റാർട്ടാക്കട്. അപ്പൊ ഇത് കണ്ടിട്ട് ഈ രാജാവ് അത്ഭുതമായി പോയി. കൊടുത്ത അടി ചെന്നെങ്കിൽ ഭയങ്കര അടിയായിട്ടിരിക്കും. ആ അടിയുടെ നമ്പലത്തുക്ക് ആരും കരഞ്ഞു പോവാർ. കരഞ്ഞാൽ അത് സഹജമായിട്ടിക്കട്. പക്ഷെ ചിരിക്കുള്ള കാരണം എന്തേ? ഫിർസത്ത മുഅ്മിനീങ്ങളെ നിങ്ങൾ ആലോചനാക്കണം. ഒരു കാലത്തില് ഇവിടെ അങ്ങ് ചെറിയിക്കുമ്പോ വന്നോണ്ടിക്കുമ്പോത്തുകോ ഇവിടെ ഇങ്ങനത്തെ വലിയ വലിയ അകങ്ങൊന്നും ഇല്ല. ചെറിയ ഓടിട്ട അകങ്ങ കോടി ചില്ലറായത്തിൽ ഇപ്പൊ ഓടിട്ടാക തേടണുണ്ട് കാണും. എല്ലാം അള്ളാഹു വലിയ ഒരു ബറക്കത്ത് ചെയ്തവരോ റായായിട്ടിക്കട് കോടി കറാവളി പ്രദേശമല്ല. അതൊക്കെ പല കാരണങ്ങളല്ലേക്കും. അപ്പൊ ചെറിയ അകങ്ങ ഇപ്പൊ അൽഹംദുലില്ലാ നല്ല നല്ല സൗകര്യമായ നല്ല
അകങ്ങായിട്ട് ഇക്കട് ആൽമാർ ഒന്ന് ചെണ്ട് മാത്രം ഇക്കടേണ്ട കണ്ടെങ്കിലും അക വലിയ വിശാലമായ അക ഇക്കട് അക വേണു നല്ല സൗകര്യമുള്ള അക വേണു നല്ല വ്യവസ്ഥ വേണു ചുത്തകു കാറ് വേണു ഇതെല്ലാം വലിയ ഒരു അഹങ്കാരം എന്തല്ല അഹങ്കാരത്തിൽ അല്ലാണ്ട് ഇതല്ല ഇക്കടത് ഒരു നല്ലതായ വിഷയമേ ആയിട്ട് ഇക്കട് പഠിച്ച റബ്ബിലോട്ട് കേൾക്കുമ്പോ പഠിച്ചവനൊക്കെ ഒരു ചെറിയ ഒരു അക കെട്ടത് നീ തൗഫീക്ക് അങ്ങനെ കേൾക്കണ്ട അള്ളാഹുടെ മുട്ട ഉള്ളത് നിനക്ക് ചെറിയ അക കെട്ടുള്ള ഖജാന മാത്രമല്ല അള്ളാഹുടോട്ട് ഉള്ളത് ഞാൻ എത്ര വലിയ അക കെട്ടെങ്കിലും അള്ളാഹുടെ ഖജാന വിശാലമായിട്ട് ഇക്കട് ആൽമാരൊട്ട് മാത്രം നിങ്ങൾ യാചിക്കുക തീരാ അക കെട്ടുകൊണ്ടുള്ള നീ സഹായാക്കല അങ്ങനത്തെ പരിസ്ഥിതി അള്ളാഹു ആർക്കും തരാണ്ടിക്കട്ട് അതേ സന്ദർഭത്തില് പടച്ച റബ്ബിലോട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ വിശാലമായത് കേൾക്കണോ യാതൊരു കൊറടിയാക്കുകയും തീരാ ഇപ്പൊ നല്ല വിശാലമായ അകങ്ങളുടെ ഇവിടെ ഉണ്ടോ നല്ല വ്യവസ്ഥ ഉണ്ടോ നല്ല കാറും കൊണ്ടോ എല്ലാ വ്യവസ്ഥയും അള്ളാഹു ഞങ്ങൾക്ക് തന്നറ ഇത് അള്ളാഹു വലിയ ഒരു ശുക്റായിട്ട് അള്ളാഹു ഞങ്ങൾക്ക് എത്ര ഈ പറ നിഅമത്ത് തണ്ടാണ് നിങ്ങൾ അത്രമേ അപ്പറ അള്ളാഹു ശുക്റാക്കി കൊണ്ടിരിക്കണോ ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ് നാണ് തന്ന നിഅമത്തുക നിങ്ങൾ ശുക്റാക്കി കൊണ്ടിരിക്കടാറ നിങ്ങൾക്ക് നാണ് ഇനിയും നിഅമത്ത് യാറാക്കിയിട്ടുണ്ട് വലഇൻ കഫർതും നന്റെ നിഅമത്തെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ധിക്കരിച്ച് നടന്നാറാ ഇന്ന അദാബി ലശദീദ് നന്റെ ശക്തമായ ശിക്ഷ നിങ്ങൾക്ക് കിട്ടുക പോണ്ടു ചെന്നിട്ട് വിശുദ്ധമായ ഖുർആൻ ചൊല്ലു അതുകൊണ്ടിട്ട് നിങ്ങൾ എല്ലാവരും അള്ളാഹു നിങ്ങൾക്ക് ഓരോ നാളും നിഅമത്ത് യാറാക്കിയിട്ട് തരും പോലെ അള്ളാഹു നിങ്ങൾ ശുക്ർ യാറാക്കിക്കൊണ്ട് പോണോ ഓഡ്രാഗത്തിൽ ഇക്കമ്പൊത്തുക നീനെ ഒരു വക്കത്ത് മാത്രം നിസ്കരിക്കുക വന്നോണ്ടിരുന്നേണ്ട കണ്ടെങ്കിൽ ഇപ്പൊ നിക്ക് നല്ല അള്ളാഹു വിശാലമായ അകതന്നില്ലേ പണ്ട് എത്ര ദൂരത്തെ ആൽമാർ നടന്നിട്ട് പള്ളിക്ക് എത്തിക്കൊണ്ടില്ലാത്ത ഇപ്പൊ ബൈക്കില്ലേ കാറില്ലേ എല്ലാ വ്യവസ്ഥയും ഇല്ലേ പള്ളിയുടെ ഔത്രജാലിലെ കാല് പുറത്ത് വെച്ചെങ്കിൽ പള്ളിയല്ലേ എന്നിട്ട് പോലും പള്ളിക്ക് നിസ്കരിക്കുക എത്തില്ലാണ്ട് കണ്ടെങ്കിൽ അള്ളാഹുടെ ഭയാനകമായ ശിക്ഷ ഞങ്ങൾ എല്ലാവരും സ്വീകരിച്ചിട്ടേ ഈ ദുനിയാവുടെയും വിട്ടുപോണ്ടാണ്ട് മാത്രമല്ല നാളെ പരലോകത്തിലും അള്ളാഹുടെ ശിക്ഷക്ക് ഞങ്ങൾ ഗുരിയാവുട അതുകൊണ്ട് ഫിർസത്ത മുഅ്മിനീങ്ങളെ അള്ളാഹു ഞങ്ങൾ തന്ന ഓരോ നിഅമത്തും അത് എണ്ണിട്ട് കണക്കാക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യമല്ലല്ലേ എന്നെങ്കിലും ഞങ്ങൾ കൊണ്ട് സാധ്യമാവുടത്ര അള്ളാഹുടെ സ്മരിച്ചോണ്ട് അള്ളാഹു ശുക്റാക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിച്ചമാ അള്ളാഹു ഞങ്ങളെ പരീക്ഷണത്തിൽ വിജയിപ്പിക്കട ഇല്ലാണ്ട് കണ്ടെങ്കിൽ അള്ളാഹുടെ പരീക്ഷണത്തിൽ ഞങ്ങൾ ആർക്കും വിജയിക്കുക സാധ്യയില്ല കൂടെ ഉള്ളതെല്ലാം അള്ളാഹു ഞങ്ങൾക്ക് തന്നതായിട്ടിക്കട് ആ അള്ളാഹു തന്നതിലത് അള്ളാഹുടെ ദീനുക വേനായിട്ട് ഞങ്ങൾ ചെലവാക്കണോ അള്ളാഹുടെ ഇഷ്ടത്തുക വേനായിട്ട് ഞങ്ങൾ ചെലവാക്കണോ അള്ളാഹുടെ പൊരുത്തത്തുക വേനായിട്ട് ഞങ്ങൾ ചെലവാക്കണോ എന്നെങ്കിലും മാത്രം ആയിട്ടിക്കട് കൂടെ ഞങ്ങളൊട്ട് ഞങ്ങൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടുള്ളത് എല്ലാം ഊടക മാത്രമല്ല നാളെ പരലോകത്തിലും ഞങ്ങൾക്ക് അനുഭവിക്കുക അവിടത് ഞങ്ങൾ എല്ലാവർക്കും ഗൊന്തുണ്ടോ ഞങ്ങൾ പോകുമ്പോ എന്തും എടുത്തോണ്ട് പോണ്ടില്ല ഈ പലക്ക നാന് ചൊല്ലതല്ല ഇവിടെ തെച്ച ഓരോ ആൽമാറും ചെല്ല പലക്കായിട്ടിക്കട് ഞങ്ങൾ പോകുമ്പോ എന്തും എടുത്തോണ്ട് പോണ്ടില്ലാണ്ട് എല്ലാവർക്കും ഗൊന്തുള്ളതേ വിഷയമായിട്ടിക്കട് ഞങ്ങൾ ആരും ഇവിടെ ശാശ്വത അല്ല ചൊല്ല വിഷയ എല്ലാരും ഗൊന്തുള്ളതേ വിഷയമായിട്ടിക്കട് ബദലായിട്ട് ഓരോ നാളും ഈ ദുനിയാവിടെ ഒട്ടാക്കുക വേനായിട്ട് യാറാക്കുക വേനായിട്ട് എത്ര ഞങ്ങൾ പരിശ്രമപ്പെട്ട ആ പരിശ്രമത്തെ ഒരു ഭാഗമായെങ്കിലും അള്ളാഹുടെ ദീനുക വേനായിട്ട് ഞങ്ങൾ സമർപ്പണാക്കില്ലാണ്ട് കണ്ടെങ്കിൽ അള്ളാഹു ഞങ്ങൾക്ക് തന്നെ നിഅമത്ത് ഞങ്ങൾ ധിക്കരിച്ചതുപോലെ ആവിടോ ഫിർസത്ത മുഅ്മിനീങ്ങളെ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു ആ പെണ്ണുകൊരു അടി കൊടുക്കൊടു ഭയാനകമായ അടിയുടെ നൊമ്പലത്തിൽ കരയിട് പെണ്ണ് പിന്നെ അതാ ചിരിക്കുക സ്റ്റാർട്ട് ആവിടോ മഹാൻ കേക്കട അല്ല പെണ്ണ് ഞാൻ അടിച്ച അടിക്ക് നീ കരഞ്ഞല്ല പുൽപ്പിട്ടല്ല നിക്ക് നൊമ്പലയിത്തല്ല ഓക്കെ അതേ സന്ദർഭത്തില് നീ ഇങ്ങനെ ചിരിക്കുള്ള കാരണം എന്തേണ്ട് കേൾക്കുമ്പോ ആ പെണ്ണ് കൊടുത്ത ആ ചെറിയ ഒരു പലക്ക ആ ഉപദേശം ഉണ്ടല്ലേ ഫിർസത്ത മുഅ്മിനീങ്ങളെ ഉമ്മമാരെ നിങ്ങൾ ആലോചന ആക്കണോ ആ മഹാന്റെ ഇടീ ജീവിതത്തെ ദിക്കേ ബദലായി വിട്ടു എല്ലാം വിട്ടിട്ട് പോയിട്ട് എന്തായിട്ട് ആ പെണ്ണ് കൊടുത്ത ഉപദേശം എന്തുണ്ട ഓ മഹാനെ ഈ ഒരു നിങ്ങളെ അറമനല് നിങ്ങൾക്കിടക്കിടെ കട്ടില് ഒരു തെല്ല് നേരെ ഞാൻ കിടന്ന് അതില് ആശ വന്ന് നിനക്ക് തെല്ല് നേരെ കിടക്കണു ചെന്നിട്ടു ഞാൻ അങ്ങനെ കിടന്നിട്ടാകുമ്പോ നക്ക് ഉറക്ക് വന്ന് പോയത് നക്ക് ഗൊന്തില്ലാന്ത് നക്ക് ഉറക്ക് വന്ന് പോണ്ടു ചെന്നിട്ട് ഗൊന്തിന്നെങ്കിൽ ഞാൻ കട്ടില് ദയിക്കാലാന്ത് പക്ഷേ ഗൊന്തില്ലാണ്ട് ഞാൻ ദച്ചിട്ടാകുമ്പോ ഞാൻ ഉറങ്ങിപ്പോയ ചെല്ല് നേരെ ഞാൻ ഉറങ്ങിയതൊക്കെ ഇത്രയൊരു ഭയാനകമായ ഒരു അടി നിങ്ങൾ
നിങ്ങനക്ക് തന്നിട്ടുണ്ടെങ്കില് ഓ മഹാനെ, അള്ളാഹുടെ ഈ ഭൂമിയില്, അള്ളാഹുടെ ഈ സുഖത്തില്, അള്ളാഹു നിങ്ങൾക്ക് തന്ന ഈ നിഅമത്തില് നിങ്ങൾ എത്ര വർഷമായിട്ട് ഈ അരമനല് താമസിക്കണത്, ഈ കട്ടിലിന്റെ മേലെ നിങ്ങൾ കിടക്കണത്, അള്ളാഹു നിങ്ങൾക്ക് എത്ര വലിയ ശിക്ഷ തരുവല്ലേ. അത് നാണൊക്കെ നെരിച്ചു പോയെ, നാനോർക്ക് അതൊരു മനസ്സിൽ അതിലൊരു ചിത്രം എന്റെ മനസ്സിൽ വന്നു പോയിട്ട് നിങ്ങൾ ആ ഒരു അടിനക്ക് കാണുക സാധ്യക്കുവല്ലേ. നാണ് കിടന്നതൊക്കെ നിങ്ങൾ ഇത്ര ഒരു വലിയ അടിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്തില് നിങ്ങൾക്ക് അള്ളാഹു തന്റെ ആ ശിക്ഷരെ നാനോർക്ക് ഇമേജിനാക്കിയ, നാനോർക്ക് അതിനെ നാൻ നെനപ്പാക്കിയ, ഞാൻ അതിനെ ഒന്നും മനസ്സിൽ വിചാരിച്ചിട്ടാമെന്നൊക്കെ ഒരു കൊസിയായി വൈത്ത് അങ്ങനെ ഞാൻ ചിരിച്ചതായിട്ട് കിടു മഹാനെ. ചൊന്നിട്ട് ആ പെണ്ണ് ചൊന്തല്ലേ, അപ്പമേ തറക്തുൽ ഖൽഖ തുറം ഫീ റിളാക വഅയ്തംതുൽ ഇയാല ലികൈ അറാക. ഞാൻ അതേ ചൊന്നത് ഫസ്റ്റ് ചൊന്നല്ലേ, വാത് ചൊല്ലാളുകും തെല്ല് പേടി വേണു, കേക്കട ആൾമാർക്കും തെല്ല് പേടി വേണു എന്നെങ്കിലും മാത്രമായിട്ട് ഇവിടെ ഫലിക്കരുത്. ഈ പെണ്ണ് ഉസ്താദല്ല, സഖാഫി അല്ല, സഅദി അല്ല, വേറെ ഏതെങ്കിലും ബിരുദധാരിയല്ല, കിതാബോധി പഠിച്ച പെണ്ണല്ല. ഒരു ഫലക്ക ചെന്നത് എന്നിട്ട് നാണ് നിങ്ങളെ റൂമിൽ തെല്ല് നേരെ കിടന്നതൊക്കെ നിങ്ങൾ ഇത്ര വലിയ ശിക്ഷ നിങ്ങൾ തന്നാറുണ്ട് കണ്ടെങ്കിൽ നാളെ പരലോകത്തിൽ അള്ളാഹുടെ ഒന്നുമില്ല നിങ്ങൾ എത്ര വലിയ ശിക്ഷയ്ക്കു ചെന്നിട്ട് ഞാൻ ഓർത്തേണ്ട. ഇത് അയാളെ മനസ്സ് തറച്ചു വെച്ച് എല്ലാം പൊട്ടുത്തു. തറക്തുൽ ഖൽഖ തുറം ഫീ റിളാക. പഠിച്ചോനെ, നിന്റെ പൊരുത്തത്തിന് വേനായിട്ട് ഇതിലെല്ലാം ഞാൻ സമർപ്പിച്ചിട്ട് ഞാൻ പോയോണ്ടുള്ള വഅയ്തംതുൽ ഇയാല ലികൈ അറാക. നിന്റെ നക്ക് കാണണം റബ്ബേ, അതുകൊണ്ടിട്ട് നിന്റെ കുടുംബത്തെ, നിന്റെ പരിവാർ, എന്റെ പെഞ്ഞി മക്കളെ എല്ലാം ഞാൻ വിട്ടിട്ട് പോയോണ്ടില്ല. ചെന്നിട്ട് മഹാൻ വെറും ഒരു കമ്പലി വഹിച്ചിട്ട് എത്രമാ വർഷ കാടിൽ പോയിട്ട് ജീവിച്ചിട്ട് വലിയ ഒരു വലിയായിട്ട് ഇവിടെ ജീവിച്ചിട്ട് മരണപ്പെട്ടു പോയിട്ട് ഞാൻ ചൊല്ലത് ഇവിടെ അള്ളാഹു എല്ലാം തന്നറ. അള്ളാഹു തന്നിട്ടില്ലാണ്ട് ചൊല്ലുക ആർക്കും സാധ്യമില്ല. ഞങ്ങളെ കാട്ടി കീഴിലെ ആൾമാർ നോക്കും, ഞങ്ങൾ എപ്പം മേലായിട്ട് സൈക്കിൾ അടിക്കുന്ന ആള്, ഒരാൾ സൈക്കിൾ അടിക്കുന്ന ആള് അയാൾ എപ്പവും ബൈക്കിൽ പോണ്ട ആളെ നോക്കണതല്ല, ബദലായിട്ട് ഒരാൾ എപ്പം നടന്നുകൊണ്ട് വന്നോണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾ വിചാരിക്കണം അള്ളാഹു എന്നൊക്കെ ഒരു സൈക്കിൾ എടുക്കുക എങ്കിൽ ഒരു അനുഗ്രഹം തന്നല്ലേ. ആ മനുഷ്യൻ എത്ര വർഷത്തല്ലേ നടന്നുകൊണ്ട് പോണ്ടത്. അതേ സന്ദർഭത്തില് ഒരു ബൈക്ക് വിട്ടാല് കാറിൽ പോണ്ട ആളല്ല നോക്കണത്, സൈക്കിളിൽ പോണ്ട ആളെ നോക്കണോ, നടന്നു പോണ്ട ആളെ നോക്കണോ. അതേ കാറിൽ പോണ്ട ആള് അയാൾക്ക് സ്വന്തമായിട്ട് ഒരു ഫ്ലൈറ്റ് ഉണ്ടോല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഹെലികോപ്റ്റർ ഉണ്ടോല, നാണെപ്പ അതിൽ പോണ്ടത്. അങ്ങനെയുള്ള ആലോചന ആക്കണായത്. അങ്ങനെ ഞങ്ങൾ നോക്കിയാൽ എപ്പോഴും ഞങ്ങൾ പാവത്തങ്ങമേ ആയിട്ടിക്കരുത്, ഞങ്ങൾ ആ ടെൻഷൻ തീരുകയില്ല. അതേ സന്ദർഭത്തില് ഞങ്ങൾ ഒരു രോഗം വന്നപ്പ ഞങ്ങൾ എന്താ പഠിച്ചോനെ, രോഗമല്ല നക്കേ തന്നു വിട്ട് സീക്കല്ല നക്കേ മാണ്ട് ഞങ്ങൾ ഒരിക്കലും വിചാരിക്കുക തീരാ. അപ്പുറത്തത്തിൽ എത്രമാ വർഷത്ത് കിടത്തത്തിലായിട്ട് ഒരു ഉമ്മ കിടന്നിരുത്. ആ ഉമ്മയുടെ തീട്ടവും മൂത്രവും ഗോരിയോണ്ടുള്ളത് വേറാറ സെക്കാക്കിട്ട് ആ ഉമ്മയുടെ ദൂറാക്കിട്ട് ആ ഉമ്മ ഒന്നും മരിച്ചു പോയെങ്കിലും അയ്യാവ് ചെന്നിട്ടു കാത്തോണ്ടുള്ള ഉമ്മ അപ്പുറത്ത് കിടന്നിട്ടിക്കുമ്പോ നിക്ക് കേവലം ഒരു വയറ് നൊമ്പല ഇന്നെങ്കില്, അല്ലെങ്കിൽ ഒരു നടുനൊമ്പല ഇന്നെങ്കില്, ഒരു തലനൊമ്പല ഇന്നെങ്കില് നീന് പഠിച്ചുകൊണ്ട് ദൂരിട്ട് കാര്യമില്ല. നിന്റെ കാട്ടി എത്രമാ കഷ്ടത്തിൽ അപ്പുറത്തൊരു ഉമ്മ കിടന്നിട്ടുണ്ട്. ചില ഒരു ബോധം ഞങ്ങൾ വേണു. ഞങ്ങൾ എത്ര കഷ്ടത്തിൽ ഇന്നെങ്കിലും ഞങ്ങളെ കാട്ടി കഷ്ടത്തിലുള്ള ആൾമാരെ ഞങ്ങൾ ഓർത്തമാ. അപ്പൊ ഞങ്ങളെ മനസ്സ് ഒരു വലിയ സുക്കൂൻ കിട്ടു, വലിയ ഒരു റാഹത്ത് കിട്ടു. അതുകൊണ്ട് ഫിർസത്ത മുഅ്മിനീങ്ങള് ഞങ്ങൾ എല്ലാവരും അള്ളാഹുടെ ദീനില് ജനിച്ചങ്ങായിട്ടിക്കട. ഈ ദീനിലെ ജീവിക്കണോ, ഈ ദീനിലെ ഞങ്ങൾ മരിക്കണോ, ദീന്റെ സംരക്ഷണാക്കണ പോലത്തെ ജവാബ്ദാരി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നാണ് ചെന്നതുപോലെ ഞങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തന്നെ ഏറ്റവും വലിയ ഇബാദത്തായിട്ടിക്കട നിസ്കാരം ചൊല്ലത്. അത് ഞങ്ങൾ സാധാരണമായിട്ട് എല്ലാവരും നിസ്കരിக்கிறങ്ങ. അത് നല്ല അതിരെ മുറ പോലെ, അതിരെ നല്ല തഖ്വയായിട്ട്, നല്ല ഇഖ്ലാസോടുകൂടി, നല്ല അള്ളാഹുടെ ഭയഭക്തിയോടുകൂടി ഞങ്ങൾ നിർവഹിക്കണോ. ആ ഭൂമിയിൽ വെച്ചിട്ട് ഞങ്ങൾ ആക്കടെ ഏറ്റവും വലിയ ഇബാദത്ത് നിസ്കാരായിട്ടുണ്ടെങ്കിൽ ആ നിസ്കാര ഏറ്റവും നല്ല ജാഗലായിട്ട് വേണ്ടേ. ഞങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാര ഏറ്റവും നല്ല ഇബാദത്ത് കണ്ടെങ്കിൽ അതിനെ കാട്ടി അതിനെ മീർമാറ്റ പോലത്തെ ഒരു ഇബാദത്ത് വേറെ ഇല്ല. എന്നെങ്കിൽ ആ ഇബാദത്ത് നല്ല ഒരു ജാഗലായിട്ട് വേണ്ടേ. അതേ നാ ചൊന്നത് അള്ളാഹു ഞങ്ങൾക്ക് ഓരോ നാളും ഞങ്ങളെ ഇസ്സത്ത് തയ്യാറാക്കി തന്നോണ്ടുള്ള, ഞങ്ങളെ നിഅമത്ത് അള്ളാഹു തയ്യാറാക്കി തന്നോണ്ടുള്ള വാപ്പാസ് ഞങ്ങൾ അള്ളാഹു പേനായിട്ട് എന്തിനൂടെ കൊടുത്തോണ്ടുള്ള ഞങ്ങൾ യോചന ആക്കും.
അൽഹംദുലില്ലാഹ് ഞങ്ങളെ ഈ ബീജാടി ബീജാടി ചൊല്ല ഈ റായ ചെറിയ റായ ആയിട്ടിക്കരുത്. റായ ശരിയല്ല, റായ വലിയത് നല്ല ദീനിയായിട്ട് നല്ല ഒരു ബാന്ധവ്യമുള്ള നല്ല റായ ഒരു വയസ്സര ആൾമാറുള്ളാറ്. അൽഹംദുലില്ലാഹ് ഉസ്താദ് ചൊന്തു പള്ളികൾ നല്ല നിസ്കരിക്കുമല്ല ബണ്ടാറ് വയസ്സരങ്ങാണ്ട്. അപ്പൊ ഏതൊന്നും ഒരു പുതുമ ഇന്നെങ്കിലായിട്ടിക്കട് മനുഷ്യന്മാർക്ക് ഒരു ആവേശ യാറായോണ്ട് പോണ്ടത്. അപ്പൊ പല ഔത്തിലെ തെച്ചിട്ട് എല്ലാവരും ആശയിക്കണം. എത്ര കഷ്ടത്തിൽ നിങ്ങൾ നല്ല ആകെ കെട്ടണ ചെല്ലൊരു ആശ ഇക്കട് ആശ ചൊല്ലത് ആർക്കും മുറിഞ്ഞിട്ട് പോകണില്ല, എല്ലാവർക്കും ആശ ചൊന്നിട്ട് ഇക്കട്. പണ്ട് വയസ്സായ ഒരു പെണ്ണിങ്ങ, ആ പെണ്ണിങ്ങ ചൊമ്മ സീരിയസ് ആയിട്ട് അങ്ങനെ സീരിയസ് ആയിട്ടാകുമ്പോ ആ പെണ്ണിങ്ങളെ ആസ്പത്രി കുട്ടിയെ പോയിട്ട് ലാസ്റ്റ് സ്റ്റേജ് ഇപ്പ റൂഹ് പോണ്ട ഒരു പരിസ്ഥിതി, അങ്ങനത്തെ ഒരു അവസ്ഥയിലുണ്ട്. അപ്പ മോണ് പോയിട്ട് മെല്ലെ ഉമ്മരോട്ട് കേക്കടാ, ഉമ്മ നിങ്ങൾ ഇത് എന്തെങ്കിലും ആശ ഉണ്ടാ, നിങ്ങൾ എന്തെങ്കിലും ചൊല്ലകുണ്ടാണ്ട് കേൾക്കുമ്പോത്തുകോ ആ ഉമ്മ ചൊല്ലു, മോനെ ഈ ആസ്പത്രി ഒന്ന് ഡിസ്ചാർജ് ആക്കിയിട്ട് വേറെ ഏതെങ്കിലും നല്ല ആസ്പത്രി കുട്ടിയോണ്ട് പോകാനെ ചൊല്ലു. ചൊന്നെങ്കില് ഇവിടെ ആർക്കും മരിക്കണു ചെല്ലവരോ ആഗ്രഹ അല്ലെങ്കിൽ മരിക്ക കൊണ്ടു ചെല്ലൊരു ബോധ ഇല്ല, അത് കൊറോടിയായോണ്ട് പോണ്ടു. അപ്പൊ എല്ലാ ആശ ദൈനംദിന യാറായോണ്ട് പോണ്ടു. അതേ സന്ദർഭത്തില് അള്ളാഹു ഇത്രല്ല തറമ്പത്തുകോ ഞങ്ങ അള്ളാഹു വേനായിട്ട് ഞങ്ങ എന്തിരെ അപ്പുറ തിരിച്ചു കൊടുത്തോണ്ടുള്ള ചെന്നിട്ട് ഞങ്ങ യോചന ആക്കും. ഞങ്ങളെ ഈ രായത്തില് മദ്രസ ഉണ്ടോ, പള്ളിയുണ്ടല്ലോ സാർ, നിസ്കാര പള്ളിയുണ്ട്. നിസ്കാര പള്ളി ചെന്നെങ്കിൽ നിസ്കരിക്കുക വേണ്ട പള്ളിയുണ്ട്. അപ്പ ഇപ്പൊ ഏത് ചെറിയ റായത്ത് നിങ്ങൾ എടുത്തു നോക്കിയെങ്കിലും അവിടെ ഒരു കൊറിയ ആൾമാരിന്നെങ്കിൽ അങ്ങ് ചിലപ്പോ ഊർത്തെ നാ ചൊന്ന പോലെ അകങ്കല അല്ല വലിയ വിശേഷം ഇല്ലെങ്കിലും അങ്ങനെ റായത്തിൽ പള്ളിയെല്ലാം നല്ല ഉഷാറാക്കിയിട്ടാക്കിയിരിക്കാറ്. ഇപ്പൊ എവിടെ വേണമെങ്കിൽ എടുത്ത് നോക്കാറ് ഘട്ടത്തെ ഭാഗത്തിൽ വന്നെങ്കിൽ ഓരോ റായത്തെ കാട്ടി ഓരോ റായത്തിൽ പള്ളി ഉഷാറ്, ഓരോ റായത്തിലും പള്ളി നല്ല ഉഷാറായിട്ടുണ്ട്. ഊടെ അതേപോലെ നല്ല പള്ളിങ്ങല്ല ഉഷാറായിട്ടുണ്ട്. അതേ സമയത്തിൽ ഊടെ ഒരു നിസ്കാര പള്ളി മാത്രം ഉള്ളത് എന്നിട്ട് ഉസ്താദ് ചൊന്തു. നാനും ഒരു ജണ്ടുപട്ട പണ്ട് നിസ്കരിച്ചില്ലേ, ഇപ്പൊ അത് ചേഞ്ച് ആയിട്ട് അതേ പള്ളി ഞങ്ങളെ റായത്തിൽ പള്ളി ഞങ്ങൾ ഉഷാറാക്കും. പള്ളി നല്ല ഉഷാറാക്കണം. അതിന്റെ ജവാബ്ദാരി ഈ റായത്തെ ആൾമാർക്കായിട്ടിക്കിടും. ഈ റായത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചൊന്നല്ലേ പണ്ട് വലിയ ഒരു ഉഷാറൊന്നും ഇല്ല. എല്ലാരും സ്വർത്തുക്ക് പോയോണ്ടിരുന്നങ്ങ വണക്ക് കടലിലെ സൈഡിൽ വണക്കൊണ്ടിരുന്നങ്ങ വേറെന്തരല്ല ചെല്ലാറ്. അതല്ല ഇപ്പൊ അൽഹംദുലില്ലാ നല്ല നല്ല ബിസിനസ് എല്ലാം പഠിച്ചോണ്ട് തന്നറ. അപ്പൊ അള്ളാഹു യാറാക്കി തന്നതുപോലെ ഞങ്ങ അപ്പുറം എന്തെങ്കിലും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. പോകുമ്പോഴത്തേക്ക് എന്തും എടുത്തോണ്ട് പോകില്ലാണ്ട് എല്ലാവർക്കും കൊന്തു എടുത്തോണ്ട് പോകുന്നുണ്ട്. എന്തൊരു കൊന്തുണ്ടാ? ഒരു മനുഷ്യ മരണപ്പെട്ടു പോയെങ്കില് 3 കാര്യം അല്ലാണ്ട് ബാക്കിയെല്ലവും നിഷ്ഫലമായിട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പായിട്ട് പോണ്ടു. അതിൽ ഒന്നായിട്ടിക്കട് സ്വതക്കത്തുൻ ജാരിയ, നിരന്തരമായിട്ട് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കടെ സ്വതക്ക. ഒർക്ക ആക്കിയെങ്കിൽ പിന്നെ അവണുകോ നിരന്തരമായിട്ട് അവന്റെ അക്കൗണ്ടുകോ ഏടായോണ്ടേ ഇക്കടതിരെ കൂലി. അതായിട്ട് ഇക്കടെ സ്വതക്കത്തുൻ ജാരിയാണ് ചൊല്ലുന്നത്. ഞങ്ങൾ ഒരാൾക്ക് ഒരു ഹെൽപ്പ് ആക്കിയ, ഒരു മഞ്ഞലത്ത് ഒരു ഹെൽപ്പ് ആക്കിയ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആക്കിയ അതൊരു സ്വതക്ക നല്ലതേ വിഷയമായിട്ട് ഇക്കട്. അതേ സന്ദർഭത്തില് ജാരിയത്തായ സ്വതക്കാൻ ചെന്നെങ്കിൽ നിരന്തരമായിട്ടും കൂലി കിട്ടിക്കൊണ്ടേ ഇക്കടെ സ്വതക്ക. ആ സ്വതക്കത്തിൽ പെട്ടതായിട്ട് ഇക്കട് മദ്രസക്ക് വേണായിട്ടുള്ള സഹായ, പള്ളിക്ക് വേണായിട്ടുള്ള സഹായ, പള്ളി നിർമ്മാണത്തിന് വേണായിട്ടുള്ള സഹായ. ഞങ്ങൾ കൊണ്ടുണ്ടല്ലേ
ബഹുമാനപ്പെട്ട AP ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു മഅ സിഹത്തി വൽ ആഫിയ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് ഉസ്താദും അതുപോലെ സുന്നത്ത് ജമാഅത്തിലെ എല്ലാ ഉലമാക്കും സാദാത്യങ്ങൾക്കും ഉമറാക്കന്മാർക്കും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. AP ഉസ്താദ് കേൾക്കുമ്പോൾ എന്തൊരു റാഹത്തല്ലേ. 90 വയസ്സ് മുട്ടയിത്ത് ഇപ്പോഴും ഉസ്താദ് ദീനുക വേനായിട്ട്, പള്ളിക്ക് വേനായിട്ട്, മദ്രസത്തുക്ക് വേനായിട്ട് എവിടെയോടെല്ലാം ഓടി കളിക്കരുത്. മലേഷ്യത്തേക്ക് പോകണ്ടോ, ഇപ്പറ ദുബൈക്ക് പോകണ്ടോ, ഇപ്പറ ബഹ്റൈനിക്ക് പോകണ്ടോ, സൗദിക്ക് പോകണ്ടോ, എന്ത് കാര്യം വന്നിട്ടുണ്ടോ പള്ളിക്ക് വേനായിട്ട്, പള്ളി കെട്ടക്ക് വേനായിട്ട്, പാവത്തെ യതീം മക്കൾക്ക് വേനായിട്ട്, ആലിമീങ്ങൾക്ക് വേനായിട്ട്, മുതഅല്ലിമീങ്ങൾക്ക് വേനായിട്ട് ഉസ്താദിന്റെ ജീവനമേ ദീൻ. പക്ഷേ അത്ര വയസ്സ് ഉള്ള ആൾമാർ ഒരാളും ഈ മജ്ലിസിലില്ല. ഞങ്ങൾ ഇപ്പൊ സുസ്തയിത് ടൈം ബാറായി പോയിട്ട് ഞങ്ങൾ കിടക്കണിപ്പ. സാധാരണ ഉസ്താദ് ചെന്ന് കഴിഞ്ഞ വർഷം അല്ല 10 ಗಂಟೆ ആകുമ്പത്തി ಎಲ್ಲ ಸ್ಟಾಪ್ ಪ್ರೋಗ್ರಾಮ್ തീന്നോണ്ടിಂತು പക്ഷെ ഇപ്പൊ 11 ಗಂಟೆ ആയോണ്ട് ಬಂತು. പക്ഷെ ഞങ്ങൾ AP ഉസ്താദ് എവിടെ ദ്വാർന്നോണ്ടുണ്ടാ അല്ലെങ്കിൽ എവിടെ പള്ളിക്ക് വേനായിട്ട് കളക്ഷൻ ആക്കിക്കൊണ്ടുണ്ടാ ഗൊന്തില്ല. ബഹുമാനപ്പെട്ട താജുശ്ശേരി ആലി കുഞ്ഞു ഉസ്താദ് ഒരുപാട് ആലിമിങ്ങളെ ഉസ്താദായിട്ട് ആ ഉസ്താദും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദ് ജണ്ടാല് ഒരു ഹജ്ജിക്ക് പോയാ. ആ ഹജ്ജിക്ക് പോയിട്ട് ഒരു ജാഗില് ജണ്ടാലും കിടന്നിട്ടിന്നാറ് ജാവും. അങ്ങനെ പാതിരി ജാവുലു ഉസ്താദ് എനിക്ക് തെച്ചിട്ട് ദ്വാക്കൊണ്ടുണ്ടു. പഠിച്ചോനെ നാണിവിടെ ഹജ്ജിക്ക് പേനായിട്ട് വന്നരേ, നന്റെ എത്ര പാവപ്പെട്ട യതീമ മക്ക അങ്ങ് ഇതിൻ്റെ ഉച്ചത്തെ ഭക്ഷണം കിട്ടിരായില്ലേ, അങ്ങ് ജാവത്തെ ഫുഡ് കിട്ടിരായില്ലേ, അങ്ങനെ അവസ്ഥ എന്തായിട്ടിക്കൂ ചെന്നിട്ടു. പഠിച്ചോനെ നന്റെ യതീം മക്കളെ നീ കൈവിടണ്ട, നന്റെ സുന്നത്ത് ജമാഅത്തിനെ നീ കൈവിടണ്ട, നന്റെ സ്ഥാപനത്തെ നീ കൈവിടണ്ട ചെന്നിട്ടു. AP ഉസ്താദ് പാതിരി ജാവലി എഞ്ചിട്ട് ദ്വാരക്കിടും. ഈ ദുആ കേട്ടിട്ട് ഒത്തിൽ കിടന്ന ആലി കുഞ്ഞു ഉസ്താദ് എസറത്തായിട്ട് ആമീൻ എന്നിട്ട് ചൊല്ലു. ഇത് ഖുദ്ദായിട്ട് ആലി കുഞ്ഞു ഉസ്താദ് ചൊന്ന വിഷയമായിട്ട് നാ ചൊല്ലത് ആ ആലിമീങ്ങളിലൂടെ ജീവിക്കണത് ദീനുക പേനായിട്ടായിട്ടിക്കട്, ഞങ്ങൾക്ക് പേനായിട്ടായിട്ടിക്കട്. ഞങ്ങൾ എല്ലാവരും എന്തു അല്ലെങ്കിലോ ആലിമീങ്ങളെ ആഫിയത്തുക്ക് പേനായിട്ട്, ദീർഘായുസ്ക്ക് പേനായിട്ട് ഞങ്ങൾ എല്ലാവരും ദ്വാരക്കണോ. അള്ളാഹു ഹിമ്മത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ് ഇനിയും ഒരുപാട് കാലം ഞങ്ങൾ ഉസ്താദുമാർക്ക് കൊടുക്കുകയും അങ്ങനെ ഹിദ്മത്ത് അങ്ങനെ തണലായിട്ട് ഹിദ്മത്താക്കുകയും അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നാ ചൊല്ലത് AP ഉസ്താദ് കെട്ടിയ പള്ളിയുടെ കണക്കില്ലേ, ആയിരക്കണക്കിൽ പള്ളിങ്ങ കെട്ടിട്ടേ, ആയിരക്കണക്കിൽ പാവപ്പെട്ട ആൾമാർക്ക് കിണറുങ്ങ എടുത്തു കൊടുത്തിട്ടേ, എത്രമാ പാവപ്പെട്ട റായത്തില് മദ്രസങ്ങ ഉസ്താദ് നിർമ്മാണാക്കി കൊടുത്തിട്ടേ, എത്രമാ ആയിരകട്ടല യതീം മക്കൾക്ക് ഉസ്താദ് ഫുഡ് കൊടുത്തു, ഇൽമു കൊടുത്തു, അങ്ങനെ ഡോക്ടർമാരാക്കിത്ത്, അങ്ങനെ എഞ്ചിനീയർമാരാക്കിത്ത്, എന്തെല്ലാം ആക്കിത്ത് ഉസ്താദ്. പക്ഷെ നക്കും നിങ്ങൾക്കും എന്താക്കുക യോചനാക്കും. അതുകൊണ്ടിട്ടു എല്ലാരും ആക്കിയ പോലെ ഞങ്ങൾക്ക് ആക്കുക ഉള്ളതുകൊണ്ട് സാധ്യയില്ല. എല്ലാരും AP ഉസ്താദായെങ്കിൽ പിന്നെ AP ഉസ്താദ് അവിടെ കുറവ് വയ്ക്കുക ഇല്ലേ. അതുകൊണ്ടിട്ട് അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ പഠിക്കുക ഒരു പാഠമുണ്ട്. ബഹുമാനപ്പെട്ട AP ഉസ്താദ് മൈക്കാലത്തില് പമ്പിൽ വെച്ചിട്ട് മസ്ജിദ് തഖ്വ ചെന്നൊരു പള്ളി നിർമ്മാണം. ആ പള്ളി നിർമ്മാണത്തിന് ജാഗ ഖരീദിയാക്കുമ്പോഴത്തേക്കോ ഞങ്ങൾ മർക്കസു സഖാഫത്ത് സുന്നിയത്തിൽ പഠിച്ചോണ്ടുള്ള 2004 ഇസ്വില്. അപ്പ ഉസ്താദ് പിറ്റാന്റെ ബുഖാരി സബക്ക് വന്നിട്ട് ക്ലാസ് വന്നിട്ട് നന്നോട്ട് കേക്കിട്. ഇന്നലെ ഒരു നാളിനാണ് ക്ലാസ് വന്നിട്ടില്ല, എനിക്ക് വലിയ ടെൻഷൻ, ബുഖാരി സബക്ക് നഷ്ടപ്പെട്ടു പോയിട്ട്. പക്ഷേ നാണ് ഒരു സ്വറാക്കി വന്നത് എന്തിനു കൊണ്ടുണ്ട ഒരു ജാഗ് ഖരീദിയാക്കുവാനായിട്ട് 70 ലക്ഷം രൂപ നാണ് കളക്ഷൻ ആക്കിയിട്ട് വന്നത്. നിങ്ങ കൂടെ തെച്ചിട്ട് ഇന്നലെ എത്ര ഹദീസ് പഠിച്ചാറുണ്ട് ഉസ്താദ് കേട്ട്. അപ്പൊ ഉസ്താദ് കൊടുത്ത വലിയ ഒരു സാമർത്ഥ്യമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ റായത്തിൽ ഒരു പള്ളി നിർമ്മാണാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ആക്കട പോലത്തെ സാമർത്ഥ്യമുള്ള ഒരുപാട് ആൾമാരെ ഈ റായത്തുക്ക് തന്നിറ. അള്ളാഹുടെ ദീനുക്ക് പേനായിട്ട് ചെലവാക്കിയെങ്കിൽ അത് ഒരിക്കലും വെറുതെ ആവില്ല. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളി നിർമ്മാണത്തിന് പേനായിട്ട് ഒരാൾ സഹായിച്ചെങ്കിൽ അള്ളാഹു അവനക്ക് സ്വർഗത്തിൽ ഒരു അകമേ നിർമ്മാണാക്കി കൊടുക്കടാ ചൊന്നിട്ടു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. അതുകൊണ്ട് ഞങ്ങളെ റായത്തില് ഒരു ചെറിയ പള്ളി, ഇപ്പൊ ഉള്ളത് പള്ളിയല്ല, നിസ്കാര പള്ളി.
മദ്രസ ഇന്നത് നിസ്കാര പള്ളിയാക്കിയത്. കുറേ പക്കത്തിലുള്ള അങ്ങനെ ഫസ്റ്റ് മദ്രസ ഇക്കിടത്, പിന്നെ അത് നിസ്കാര പള്ളിയാക്കിയിട്ട് പിന്നെ ജുമാ പള്ളിയാക്കിടത്. ഇവിടെ എപ്പമാ ആവണിൻ തന്നെ എന്താ പ്രകാരം കുറേ വർഷം ഇത് നിസ്കാര പള്ളിയാക്കിയിട്ട് അതിപ്പോ ഒരു നല്ല ഒരു ജുമാഅത്ത് പള്ളി ആവണ്ടേ? നിങ്ങൾ ചൊല്ലണം സദസ്സിൽ ഇന്നങ്ങ് ആവണ്ടേ? മക്ക ചൊല്ലല്ല ബലിയങ്ങ ചൊല്ലണം ആവണ്ടേ? സുമാർ നേരയിത്തല്ലേ തെച്ചിട്ട് ഒന്ന് എഞ്ചി നിൽക്കർ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മുട്ടവർ ഞാനൊരു ചെറിയ ദുആക്കിരുന്ന് പാട്ടർ എല്ലാ മുട്ടവർ എതിർവർ ലാസ്റ്റ് നിങ്ങൾ എതിർവർ ചെറിയൊരു ദുആക്കിരുന്ന് പാട്ടർ. ആദി ഔവൽ മഹിദരായി പാടച്ചു വെച്ച മുഹമ്മദാം, ബദരിലും ബദല്ലെങ്കിടുന്നോരെ കാണുവാൻ വീതി ഏകല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹു ഈ സ്വലാത്ത് പുന്നാര ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹനീയ ദർബാർ എത്തുപാട്ടി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കിലേക്ക് മുന്നിൽ ഞങ്ങൾ എല്ലാവർക്കും നല്ല ആഫിയത്തുള്ള ടൈമിൽ ആ മദീനത്തിൽ പോയിട്ട് ഇതുപോലെ സ്വലാത്ത് സലാമും ചൊന്നിട്ട് ദുആ ചെയ്യുക. അള്ളാഹു ഞങ്ങൾ ഓരോരുത്തർക്കും ആഫിയത്തും അതിലെല്ലാ തിരുവും അള്ളാഹു സുലഭമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കിലേക്ക് മുന്നിൽ ആ റസൂല് പുഞ്ചരിക്കടെ പൂമുഖമൊന്നു കാണുക. അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ റായത്തിൽ ഒരു പള്ളിയാവണം. ഈ ദീന്റെ വിഷയത്തിൽ എങ്ങനെ വന്നിട്ടുണ്ട്? ഇലിയുടേത് മാത്രം ഞങ്ങളെ സ്വറ, അത് എത്തുപാട്ടത് പഠിച്ചോന്റെ സ്വറ. ഏ വന്നിട്ടുണ്ടോ ഇബ്രാഹിം ഉസ്താദ് ഞങ്ങൾ ഒട്ടിയ റിപ്പിൻപേട്ടല്ലേ? റിപ്പിൻപേട്ടയില് ഒരു ബ്രാഞ്ച് ഒരു മദ്രസ ആക്കണോ ചൊന്നിട്ടു കുറേ ദൂരത്തെ മക്കങ്ങ് നടന്നോണ്ട് പണ്ടാറ് കുറെ റിക്ഷത്തിൽ പണ്ടാറ്. അപ്പൊ അവിടെ ഒരു ബ്രാഞ്ച് മദ്രസ ആക്കണോ ചൊന്നിട്ട് കുറേ ടൈം ആയിട്ട് അങ്ങ് യോജന ആക്കണത്. പിന്നെ എന്താക്കിയാർ ഗൾഫിലുള്ളങ്ങളിൽ സേരിട്ട് ഒരു ചെറിയ ഒരു കമ്മിറ്റി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ അങ്ങമേ ചെറിയ ചെറിയ ഒരു കളക്ഷൻ എല്ലാം ഇട്ടിട്ട് ഒരു ഫൗണ്ടേഷനുള്ള ഒരു വ്യവസ്ഥ അല്ല ഒരു പൈസ ആക്കിയാറ്. അങ്ങനെ ആ കൂട്ടത്തിൽ ഒരാള് തന്റെ കഫീലിലോട്ട് തന്റെ അറബിയിലോട്ട് ഈ വിഷയ പ്രസ്താവന ആക്കിയപ്പ അയാള് ചൊന്തു നിങ്ങ കലക്ഷൻ സ്റ്റോപ്പ് ആക്കണം, നിങ്ങളെ റായത്ത് ഞാൻ വന്നിട്ട് ജാഗ നോക്കടേ അവിടെ യന്ത്ര വ്യവസ്ഥ പേന ഞാൻ ആക്കി തന്നെ ചൊന്തു. അങ്ങനെ ചൊന്നതുപോലെ 2 അറബിമാരും എലോന് മൂത്തൻ അവിടേക്ക് വന്നിട്ട് ജാഗെല്ലാം നോക്കിയാറ്. മദ്രസത്തെ സ്വറ ഇത്രത്തോളം എത്ര ആക്കിന്നാറ് അതിരെ പൈസമോ അങ്ങമേ കൊടുത്താറ്. ബാക്കിയുള്ള സ്വറ പൂർത്തിയാക്കുകയും അങ്ങമേ പൈസ കൊടുത്താറ്. മാത്രല്ല അങ്ങമേ പ്ലാനിങ് ആക്കിയിട്ട് ഒരു പള്ളിയുടെ സ്കെച്ച് ആക്കിയാറ്, പൈസ കൊടുത്താറ്. പള്ളിയുടെ പണി ഏകദേശം 90% പൂർത്തിയായി. ഇബ്രാഹിം ഉസ്താദുണ്ട്. അപ്പൊ ഇത് ഞാൻ ചൊല്ലത് ഇങ്ങ ആ വിഷയത്തിൽ ഇലിയുമ്പത്തുകു ഇത്ര വേഗത്തിൽ ഇത് 1 വർഷത്തെ ഇടയിൽ നടന്ന വിഷയമായിട്ട് ഇത്ര അപ്പൊ അറബി എവിടെ പുസ്തകത്തിൽ ഞങ്ങൾക്ക് അഡ്രസ് തരണ്ട് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. അത് ഏതാ ഒരു നിലക്കഥ ആയി പോയതായിട്ട് ഞാൻ ചൊല്ലത് നിങ്ങളും അതൊരു ആവേശത്തില് ഈ പള്ളിക്ക് ബേനായിട്ട് നിങ്ങൾ ഇൽഞ്ഞാറുണ്ട് കണ്ടെങ്കിൽ ഖണ്ഡിതമായിട്ടും അള്ളാഹു ആക്കി തണ്ടാണല്ലേ ആക്കി തന്നല്ലേ? ഇവിടെ പള്ളി വേണ്ടേ? ആരും മുണ്ടില്ലല്ലേ പോ പള്ളി വേണല്ലേ? ആയത്ര വേഗ പള്ളി വേണം. ഞങ്ങളെ ആവേശം കൊണ്ടായിട്ട് അള്ളാഹു ഓരോ നിഅമത്ത് തണ്ടത് ആവേശ യാറായ പോലെ അള്ളാഹു ഇപ്പറ യാറ തണ്ട. അപ്പൊ ഞങ്ങൾ യാറ ആവേശം വേണം ആ വിഷയത്തില്. ഇൻഷാ അല്ലാഹ് 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തോൽക്ക് ഞങ്ങൾ കൂടെ നല്ലൊരു പള്ളി എനിച്ചിട്ട് കാണണം. അതൊക്കെ വേനായിട്ട് ഈ രായത്തുള്ള ഓരോരുത്തരും പരസ്പരം അന്യോന്യമായിട്ട് അള്ളാഹുടെ ദീന്റെ അധ്യക്ഷ ആർക്കൊണ്ടുണ്ട്? അള്ളാഹുടെ ദീന്റെ അധ്യക്ഷ അള്ളാഹുടെ ദീന്റെ സെക്രട്ടറി ആര്? മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്നമാ അന ഖാസിമുൻ വല്ലാഹു യുഅതി. തന്റെതെല്ലാം അള്ളാഹു
അള്ളാഹുടെ റസൂൽ ഓതിയാക്കിട്, പ്രസിഡന്റ് ചൊല്ലി ഇങ്ങനെ ആക്കൂ, സെക്രട്ടറി അങ്ങനെ ആക്കിട്. ഞങ്ങൾ അതിലെ ഹാദിമീങ്ങ മാത്രമായിട്ടിക്കട, ഞങ്ങൾ ചൊല്ല്, നിങ്ങൾ പ്രവർത്തിക്കടേ, നിങ്ങൾ പൈസ ഇട്ട്, ഇത് മാത്ര. ഇതെല്ലാം അള്ളാഹു ആയിട്ടിക്കട നിയന്ത്രിക്കണേ. അള്ളാഹുടെ ഖജാന ചെറുതില്ല. അപ്പൊ ഞങ്ങൾ ഒരു ചെറിയ പള്ളി മെയ്യണ്ട ആരംഭിക്കാരിക്കണ്ട, നല്ല വിശാലമായ പള്ളിയെ ഞങ്ങൾ രായത്തേക്ക് വേണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ഞങ്ങളെ രായത്ത് ഒരു പള്ളി ഞങ്ങൾ ആക്കണോണ്ട് കണ്ടപ്പോ അതിൽ ഞങ്ങളത് എന്തെങ്കിലും ഒരു ഫാൽ വേണല്ലേ, അതിൽ എന്തെങ്കിലും ഒരു ഫാൽ വേണ്ടേ അതില്? അപ്പൊ ഏകദേശം ഒരു ചെറിയ മട്ടുള്ള ഒരു പള്ളി കെട്ടിറങ്ങും ഇപ്പൊ ഒരു 40-50 ലാഖ് റുപ്യ തോലെ പൈസ വേണ്ടേ? നിങ്ങൾ ബച്ചിരങ്ങ് തേക്കറോ നാന്തിപ്പാട്ട് ജന്റെ പലക്ക് ഒരു 40-50 ലാഖ് റുപ്യ പൈസ വേണം. അപ്പൊ 50 ലാഖ് റുപ്യ പൈസ ഈ മജ്ലിസില് ഇപ്പൊ കളക്ഷൻ ആക്കാൻ സാധ്യമുണ്ടാ? എന്തെങ്കിലും എത്ര കളക്ഷൻ ആക്കാം ഈ മജ്ലിസിൽ? ഒരു ഫൗണ്ടേഷൻ ഞങ്ങൾ ആക്കുകയില്ലേ ഈ രായത്തില്? സ്കെച്ച് ആക്കിറാറോ? എത്ര സ്ക്വയർ ഫീറ്റ് ആയിട്ട് ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഒരു പള്ളി ഇൻഷാ അല്ലാഹ്. അള്ളാഹു ആവതാക്കി തരട്ടെ. ഇണ്ട് റാത്തി ഇവിടെ മജ്ലിസ് ഉസ്താദ് ചന്ത് നല്ല ആൽമാറല്ല ഇന്നാർ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഓരോ ദിക്റും വലിയ അർത്ഥമുള്ള ദിക്റായിട്ട് കിടത്, വലിയ ബറക്കത്തും ദുആക്ക് ഉത്തര കിട്ടുന്ന പോലത്തെ നല്ല നല്ല ദിക്റുങ്ങായിട്ട് കിടത്. അതുകൊണ്ടിട്ട് അള്ളാഹു ഞങ്ങളെ റായത്തിന് വലിയ ബർക്കത്ത് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഞങ്ങളെ റായത്തിൽ പള്ളിയാവണം. ആ പള്ളിയുടെ ഫൗണ്ടേഷന്റെ പൈസ ഉണ്ടല്ലേ, ഇതേ റായത്തങ്ങ മെയ്ഡണം. അടിത്തറ ഞങ്ങളെ റായത്താവണം. ബാക്കി മതിലും ലിൻറ്റലും സ്ലാബെല്ലാം ഇൻഷാ അല്ലാഹ് നോക്കാം. കുറെ ഗൾഫിലെല്ലാം കുറെ പിലിങ് എല്ലാം ഉള്ളാർ, അല്ലെങ്കിൽ വേറെ ഞങ്ങളെ ചങ്ങായിമാരല്ലോ അങ്ങനെ കണ്ടിട്ടെല്ലാം ആക്കാം. ഫൗണ്ടേഷൻ ഒന്ന് ഈ റായത്തെ ആൽമാരെ കൊണ്ടാവണം. 2000 അതിലെ സാമാനത്തെ ലീസ്റ്റ് എന്തെങ്കിലും അവർ ഫൗണ്ടേഷന്റെ ഒരു അമൗണ്ട് ഞങ്ങൾ ഇവിടെ കളക്ഷൻ ആക്കാമാ. അത് പൈസ ടൈം എന്തുണ്ടോ? ടൈം എന്തുണ്ട്? എപ്പ തരണുണ്ട്? അങ്ങനെ ടൈം എന്തുണ്ട്? ലേറ്റ് ആയിത്തല്ല വാഗ്ദാനം ആക്വരിപ്പ ഇൻഷാ അല്ലാഹ്. വാഗ്ദാനം ആക്കിയിട്ട് 6 തിങ്കൾ ടൈം ഉണ്ടാ? 6 തിങ്കൾ ടൈം ഉണ്ട് ഇൻഷാ അല്ലാഹ്. 6 തിങ്കൾ ടൈം ഇൻഷാ അല്ലാഹ്. നല്ല ഒരു സംഖ്യ ഫൗണ്ടേഷൻ ജണ്ടായ ഇതിലെ ബിൽഡിങ്ങിന്റെ പ്ലാനിങ് ഐഡിയ ഉള്ള കാര്യങ്ങളുള്ള ഇതില് ഇത്ര ആവുട് ചെല്ലോ ഒരു ഫൗണ്ടേഷന് ഇത്ര കല്ല് വേണു, ഇത്ര സിമെന്റ് വേണു ചെല്ല ഐഡിയ ഉള്ള കാറുള്ള ഇതില്. ഏകദേശം ഇൻഷാ അല്ലാഹ് അതിലെ സ്കെച്ചും പ്ലാനിങ്ങും എല്ലാം കിബില എല്ലാം നോക്കിയിട്ട് ആക്കടാർ ചൊന്ത അധ്യക്ഷ അഷ്റഫ് ചൊന്ത് ഇൻഷാ അല്ലാഹ് അല്ലാ ദാവുഡ് ഒരു ഏകദേശം ഒരു 10-12 ലാഖ് റുപ്യ തോലെ ഫൗണ്ടേഷനുക്ക് പേനാവുണ്ട് ഇവിടെ ചൊന്നാർ. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കയ്യിൽ അവിടെ നല്ല ഓരോ സംഖ്യ ഓരോരുത്തർ എന്താക്കണോ ഇവിടെ സാഗർത്തത്തിൽ മേവുകാക്ക 1 ലാഖ് റുപ്യ. അല്ലാഹു അക്ബർ ഇല്ലല്ലോ. സാഗർത്തെ മുട്ട നജ്ജൂർ ചെന്ന ഒരു ജാഗ ഉണ്ട് നജ്ജൂർ. അവിടെ ഒരു 3-4 കോടി രൂപ എന്താ ഒരു പള്ളി കെട്ടിയാറ് ഒരു ഹനഫിയുടെ മാലോ. അവിടെ പള്ളി കെട്ടുമ്പോഴത്തേക്കു അങ്ങ് 10 കളക്ഷൻ പോയിട്ടില്ലേ എല്ലാരും അടിക്കട പാണി എല്ലാം ആക്കിയിട്ട് എല്ലാം നെയ്ച്ച് തിന്നിറങ്ങമേ എല്ലാരും 50,000 1 ലാഖ് 10 ലാഖ് രൂപ പൈസ ഇട്ടാർ. പൈസ ഇട്ടിട്ട് പിന്നെ കൊറടി ആയപ്പോ പിന്നൊരു മീറ്റിംഗ് കൂടി പിന്നെയും പൈസ ഇട്ടാർ. പിന്നെ ഒരു ചെറിയ കളക്ഷൻ ചെന്നൊരു 10 പോയിട്ടാകുമ്പോ വലിയ സൗക്കാരന്മാരെ ഒരു 5,000 10,000 കൊടുത്തിട്ടാകുമ്പോ ഞങ്ങൾക്ക് വേണ്ടാണ്ടേ ഇത്രയെല്ലാം ആക്കിയല്ലേ ഞങ്ങമേ പൂർത്തിയാക്കാൻ ചെന്നത്. ചെറിയ റായത്തില് സ്വന്തം കയ്യിലെ പൈസ ഇട്ടിട്ട് കെട്ടിയാറ്. അങ്ങനെ ചെന്നിട്ട് ആരും ഇപ്പൊ കടത്തിൽ പോന്നിട്ടില്ല, പള്ളിക്ക് കൊടുത്തത് കൊണ്ട് ഒരു തെരുവിലായിട്ടില്ല ആരും, എല്ലാം നല്ല റാഹത്തിലുള്ളാർ. അപ്പൊ പഴയ കാർ ഞങ്ങൾ ഇപ്പൊ പുതിയ കാർ എടുത്തിട്ടാറ്, അത് വേറെ വിഷയം. അതുകൊണ്ട് ഞാൻ ചൊല്ലേ
ಮೇವು ಹಾಕ 1 ಲಕ್ಷ ರೂಪಾಯಿ ತಂತು ನಾನಿಪ್ಪ ಈ ಮಜ್ಲಿಸಿಲ್ ಉಡೆ ನಿಕ್ಕಮತ್ತು ನಕ್ಕ വലിയ ഒരു സന്തോല അവള് എന്താ ചെന്നെങ്കിൽ നന്റെ സ്വന്തം അജ്ജിരെ ഉമ്മയുടെ റായല്ലേ ഇത് വലിയ ഒരു റാഹത്താവു ഈ ഒരു മജ്ലിസില് ഒരു 2-3 ആൾമാർ ഇന്നരെങ്കിൽ അങ്ങക്ക് ഭാരി കൊസിയാവത്ത് ഒന്നോ നിന്റെ മാമുകാക്ക നിന്റെ ഭാരി ഒരു പിർസാക്കിയോട്ട് ഇന്നാളായിട്ട് നാണ് നാവുന്തത്തിൽ പഠിക്കുന്ന ടൈമിലോ ഞാൻ എപ്പോ ഇവിടെ വന്നപ്പ അപ്പമേ നക്ക് നല്ല പൈസ തന്നിട്ട് നക്ക് പ്രോത്സാഹിക്കൊണ്ടിരുന്നു മാമുകാക്ക അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബർ സ്വർഗമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ മാമുകാക്ക ഇന്നരെങ്കിൽ ഇപ്പൊ നല്ല ഒരു സംഖ്യ തരത്തുണ്ട് ഞാൻ നിരീക്ഷിച്ചു 200 ഗോണി സിമെന്റ് അൽഹംദുലില്ലാ അസ്റഫാക്കടെ 200 ഗോണി സിമെന്റ് അവിടെ പിന്നാരെ ചെന്നാറല്ലേ മേവുകാക്ക 1 ലക്ഷം റുപ്യ ചെന്നു പിന്നെ വേറെ ഭാഷാക്ക 1 ലക്ഷം റുപ്യ അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒട്ടായിട്ട് ലാസ്റ്റ് ഞങ്ങൾ ദുആർക്കോ നല്ല ഒരു ദുആക്കി എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് മരിച്ചുപോയ കുടുംബത്തും മക്കൾക്കും പേനായിട്ട് പെണ്ണിങ്ങളെ ഭാഗത്തില് ആരെങ്കിലും ഉമ്മമാർ അങ്ങനെ ചെല്ലം കഴിയുന്നെങ്കിൽ മക്കളൊട്ട് ചെന്ന് കൊടുത്തവർ ഇൻഷാ അല്ലാഹ് അള്ളാഹു നല്ല ബറക്കത്ത് തന്നെ ഒരുപാട് ഉമ്മമാർ കൗട്ടുംബിക സമസ്യയിൽ ഉള്ളങ്ങ ഉള്ളാറ് മാപ്പിളമാരെ ദുസ്വഭാവത്തിലുള്ളങ്ങ ഉള്ളാറ് മക്കളെ ബെടക്കാതത്തിലുള്ളങ്ങ ഉള്ളാറ് അപ്പൊ ഈ എല്ലാം നല്ല നീയത്താക്കിയിട്ട് ആരോഗ്യത്തിന് പേനായിട്ടും ഈമാൻ സലാമത്തായിട്ട് മരിക്കുക പേനായിട്ടും ഖബറിൽ റാഹത്തായിട്ട് കിടക്കുക പേനായിട്ട് എല്ലാം നീയത്താക്കിയിട്ട് എല്ലാവരും ഈ മജ്ലിസിലുള്ള ഓരോരുത്തരും ചെറിയ ചെറിയ സംഖ്യ എങ്കിലും ചൊല്ലണം ഇൻഷാ അല്ലാഹ് അതെ നാ ചൊന്ന പോലെ ഫൗണ്ടേഷനുക്ക് വന്ന് എല്ലാരും അമൗണ്ടും പോലട്ടെ ഈ മജ്ലിസിൽ നിങ്ങൾ ഒരു വാഗ്ദാനം ആക്കോ ഇൻഷാ അല്ലാഹ് നല്ല ഒരു മജ്ലിസ് അല്ലേ 10,000 20,000 15,000 5,000 ഇങ്ങനെ നിങ്ങൾ ഓരോ സംഭാവന നിങ്ങൾ ചൊല്ലർ ഇൻഷാ അല്ലാഹ് നിങ്ങളെ സാമർത്ഥ്യത്തിന് മേരിട്ട് 5,000 രൂപ ചെല്ല വലിയ വിഷയമല്ല ഇവിടെ ഇപ്പൊ നാ ചൊന്നല്ലേ ബീഡി വലിക്കിറങ്ങ സിഗരറ്റ് വലിക്കിറങ്ങ ഒരു 2 പാക്കറ്റ് സിഗരറ്റ് വലിച്ചെങ്കിൽ 100 രൂപ അങ്ങനെ തിങ്കൾ കാമ്പോ 3,000 രൂപ വർഷത്ത് കാമ്പോ 36,000 രൂപ കാല് ചുട്ടിട്ട് വിട്ട് അതേ പൈസ പള്ളിക്ക് കൊടുത്തു പോയെങ്കിലാ സുബ്ഹാനല്ലാഹ് വലിയ ഒരു മഹത്വം ഉള്ളതായിട്ട് ഗുട്ടുക തിന്നരങ്ങ ഉള്ളാറ് ചൊപ്പ് തിന്നരങ്ങ ഉള്ളാറ് ഒരു തിങ്കൾ നിങ്ങൾ അതിനെ നിപ്പാട്ടി വെച്ചിട്ട് ഈ പൈസ തന്റെ പള്ളിക്കുള്ള ഫൗണ്ടേഷനൊക്കെ കട്ട് ഒരു തിങ്കൾ ഞാൻ വീടി വലിക്കില്ല ഒരു തിങ്കൾ ഞാൻ സിഗരറ്റ് വലിക്കില്ല ഇതിലെ പൈസ തന്റെ പള്ളിയുടെ ഫൗണ്ടേഷനൊക്കെ കട്ട് ചെന്നിട്ട് ഒരു നീയത്താക ഉള്ള നല്ല മനസ്സില്ല നിങ്ങൾക്ക് ഒരു തിങ്കള് വലിയ വലിയ മീൻ കൂട്ടണ നല്ല ചെറിയ ഘട്ടത്തങ്ങ കൂട്ടറ പോലെ മത്തി കൂട്ടറോ അയില കൂട്ടറോ അതിൽ പൈസ പോലെ ഇടല്ലേ പള്ളിയുടെ ഫൗണ്ടേഷൻ കട്ടാ പൈസ ഇൻഷാ അല്ലാഹ് ಬೇಗ ಬೇಗ ചൊല്ലോറോ അവിടെ എഴുതിയോണ്ടുള്ളാറാ ചൊന്നോണ്ടുള്ളാറാ എന്തിരെ ചെല്ലാറാ 1 ലക്ഷം രൂപ ഇയാളുടെ പേരെന്താ നോക്കറിയ ബഷീറാക്ക മാഷാ അല്ലാഹ് 1 ലക്ഷം രൂപ ബഷീറാക്ക ഇത് അള്ളാഹുടെ ദീൻ തൊട്ടുള്ള ഒരു പിർസത്ത് കായിട്ടിട്ട് നാളെ പരലോകത്തിലെ 7 വിഭാഗ ആൽമാർക്ക് അള്ളാഹു അർശിയുടെ തണലിട്ട് കൊടുക്കാണ്ട് ഈ ലൈറ്റിലെ ചൂടിലെ നക്ക് ഇപ്പൊ നിൽക്കുകയായിട്ടില്ല അതിന്റെ മേലെ ഒരു കോട്ടും കൂടി ഇട്ടാർ എപ്പ നിപ്പാട്ടേണ്ടെന്നൊക്കെ ആയോണ്ടില്ല ഇപ്പൊ ഇതിലെ ചൂട് നക്ക് സഹിക്കുകയായിട്ടില്ല നാളെ പരലോകത്ത് ഞങ്ങളെ തലയുടെ മേൽ സൂര്യ ഉദിക്കുമ്പത്തുകോ 7 വിഭാഗ ആൽമാരെ അള്ളാഹു വിളിച്ചിട്ട് പ്രത്യേകമായ ഒരു തണലിട്ട് കൊടുക്കട അർശിയുടെ തണൽ അത് ആണിങ്ങും പെണ്ണിങ്ങും മക്കും എല്ലാവർക്കും ഉണ്ടാത്തണല്ലോ അത് ആർക്കും അള്ളാഹുടെ പള്ളിരൊട്ടുക മാനസികമായ ബാന്ധവ്യമുള്ള ആൾമാർക്ക് നാളെ പരലോകത്ത് അർശിയുടെ തണൽ കിട്ട് ഊടെ പള്ളിയിൽ 4 ആളുകൾ നിസ്കരിക്കുക തണലാക്കി കൊടുത്തത് കാരണം കൊണ്ടിട്ട് നാളെ പരലോകത്തില് അള്ളാഹു വലിയ തണൽ തണ്ടാണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾക്ക് 50,000 1 ലക്ഷം അത് ഏത് കണക്കുമ്പോഴേ അള്ളാഹു ആക്കടെ ബിസിനസ്സിൽ അള്ളാഹു വലിയ ബറക്കത്തും റാഹത്തും സന്തോഷവും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഞങ്ങൾ എല്ലാവർക്കും ഒരു സമാധാനോടെ എന്താ ചൊല്ലു അൽഹംദുലില്ലാ എന്റെ പള്ളിയിലെ ഇതാ നല്ല ഒരു ആള് വന്ന് നിസ്കരിച്ചോണ്ടോ ഒരു തങ്ങ വന്ന് നിസ്കരിച്ചോണ്ടോ അല്ലെങ്കിൽ ഒരു ആലിമ വന്ന് നിസ്കരിച്ചോണ്ടോ ഈ നിസ്കരിക്ക കൂടെ നിലത്തുക നാണും ഒരു വ്യവസ്ഥ ആക്കിരല്ലേ ചെല്ല ഒരു സമാധാന ഞങ്ങൾക്ക് ഇന്നെങ്കില് ഖണ്ഡിതമായിട്ടും ആ ഭൂമി നാളെ പരലോകത്തില് ഞങ്ങൾക്ക് സാക്ഷി നിൽക്കുന്ന ചൊല്ലതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ഒരു സംഖ്യ വേഗ വേഗ ചൊല്ലറോ ഞങ്ങൾ ദുആ ആക്കിയിട്ട് പിരിയോ ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ചൊല്ലങ്ങ ആത്രാടി ഇക്ബാൽ ചൊല്ലാൽ 10,000 രൂപ അൽഹംദുലില്ലാ അല്ലാഹു എല്ലാം കബൂലാക്കുമാറാവട്ടെ പിന്നെ ഉസ്താദ് എല്ലിയണ്ടുള്ളാറാ പേര് ഇന്ന് ചൊല്ലോ
സിമെന്റ്, പൊയ്യ്, അങ്ങനെ എന്തെങ്കിലും ചൊല്ലാം. പൊയ്യ കൊടുക്കണമെങ്കിൽ പൊയ്യ്, സിമെന്റ്. ആത്രാടി ഇക്ബാലാക്ക് 10,000, നസീർ കുവൈറ്റ് 5,000, അബ്ദുസലാം 5,000. ഇതെല്ലാം ഓൺലൈൻ നോക്കിയിട്ട് ചെന്നോണ്ടല്ലോ മസ്ത? അല്ലല്ലേ, ഓൺലൈൻ നോക്കിയിട്ട് വിളിച്ചോണ്ടില്ലാമ? അല്ല, ഊടെ ഇന്നങ്ങമേമാ, ഊടെ ഇന്നങ്ങമേ. ഈ രായത്തെ കുറെ ആൾമാർ ഞങ്ങളെ സിൽസില മീഡിയത്തെ മുഖാന്തരം നോക്കിക്കൊണ്ടുള്ളാറ്. ആറ്? ഇബ്രാഹിം ഉസ്താരെ കാക്ക, ആറ്? അബ്ദുൾ റസാഖ് കാക്ക. ഞങ്ങളെ ആത്മീയമായ ചങ്ങായിട്ട് അയാൾ 50,000 രൂപ. മാഷാ അല്ലാഹ്. 50 ഗണി സിമെന്റ്, 50 ഗണി സിമെന്റ്. എന്റെ ബായിൽ 50,000 എന്ന് വന്നുപോയോ? പിന്നെ 25,000 ചെന്നാറല്ലേ? തൗഫീഖ്, തൗഫീഖ് 25,000. ഏത് തൗഫീഖ്? തൗഫീഖ് മൈമൂന 25,000 രൂപ. ഹളവള്ളി ആക്ബാക്കട മോൻ. പിന്നെ പണ്ട് കുറെ ആൾമാർ ഹിരിയങ്ങ ഇന്നാറ്, 1-2 ആൾമാരെ ഞാൻ കണ്ടുന്നു. ഇപ്പൊ അങ്ങനെ കാണില്ല, ചിലപ്പോൾ മരിച്ചു പോയിട്ടിക്കുവാർ. അള്ളാഹു അങ്ങനെ കബറല്ല സ്വർഗമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ മക്കളല്ല ഇക്കുവാറല്ലേ ഈ മജ്ലിസിൽ, നല്ല നെയ്പ്പിലല്ല ഇക്കുവാർ. സൂഫി, സൂഫി ആക്കമാ? ആര്? സൂഫി അബൂബക്കർ 1 ലക്ഷം രൂപ. മാഷാ അല്ലാഹ്. സൂഫി അബൂബക്കർ 1 ലക്ഷം. ഇനി ഫൗണ്ടേഷൻ ആവുക 3 ലക്ഷം മാത്രം ബാക്കിയുള്ളേ അല്ലേ? അല്ല ചെല്ലാണ്. 10,000 രൂപ. ആറ്? കോട്ടപ്പള്ളിയുടെ ഖജാഞ്ചി സൂഫിയാക്ക. മാഷാ അല്ലാഹ്. നാളെ വലിയ ഗുർത്തത്തെ ആൾ. അള്ളാഹു നല്ല ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറോട്ടെ. എത്ര? 10 സൂഫിയാക്ക 10,000. പിന്നെ അല്ല, മജ്ലിസിൽ ഇബ്രാഹിം ഉസ്താരെ ബാപ്പുണ്ട്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നന്റെ ബാപ്പമുണ്ട്, അള്ളാഹു ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളെല്ലാവരും ബാപ്പമ്മമാർക്ക് അള്ളാഹു ആഫിയത്തും ഹിദായത്തും തഖ്വയും ഇഖ്ലാസും അള്ളാഹു ഏറ്റി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളെ മക്കൾക്ക് അള്ളാഹു നല്ല ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. കുറേ മക്ക ഇപ്പൊ കുറേ സീക്കിലെല്ലാം ഉള്ളാർ. ഇപ്പൊ കുറേ മാരകമായ സീക്ക്. ഇപ്പൊ ഈ ഒരു വാരത്തിൽ ഒരു 4-5 കേസ് കേട്ടെ, ക്യാൻസർ ചൊല്ലത് എല്ലാം പെണ്ണിങ് ആയിട്ടിക്കിടും. പെണ്ണിങ്ങല്ല ഇതാക്കിടതല്ല, പെണ്ണിങ് ആയിട്ടിക്കിട ആ സീക്ക് വന്നുകൊണ്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ഉമ്മമാരെല്ലാം കാത്ത് സലാമത്താക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുവേള ഉമ്മമാരെ നിങ്ങളുടെ ചൊല്ലുക സാധ്യമായില്ലെങ്കിൽ നിങ്ങൾ ഔത്തുക പോയിട്ട് നിങ്ങളുടെ മാപ്പിളമാരൊട്ടുക മക്കളൊട്ടുക കേട്ടിട്ടായെങ്കിലും ഉടനെ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് തെരിപ്പാട്ടുണ്ട്. എല്ലാവരും ഈ രായത്തിലുള്ള ഓരോ ആൾമാരെ പൈസവും ഈ പള്ളിയുടെ ഫൗണ്ടേഷനൊക്കെ പോകണം. നിങ്ങളെ സാമർത്ഥ്യം, നിങ്ങളൊട്ട് എത്ര പൈസ ഉണ്ട് എത്ര ഇല്ലാണ്ട് നക്കു കൊന്തില്ല. പക്ഷേ നിങ്ങൾക്ക് തന്നെ പടച്ച റബ്ബുക കൊണ്ടുണ്ടല്ലേ, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, ഞങ്ങൾ തന്നതിന് നിങ്ങൾ ചെലവാക്കറോട്ട്. അല്ലാഹു ചൊല്ലെ, മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, മരണ പണ്ട കാട്ടി മുന്നോലു നിങ്ങൾക്ക് ഞങ്ങൾ തന്നതുണ്ടല്ലേ, നിങ്ങളെ സ്വന്തം അല്ല, നാണ് തന്നത് പഠിച്ച റബ്ബു ചൊല്ലെ, നാണ് നിങ്ങൾക്ക് തന്നരല്ലേ, അതിൽ നിങ്ങൾ ചെലവാക്കറുണ്ട്. അള്ളാഹു ചൊല്ല മരണ പണ്ടേക്ക് മുന്നോലു. മരണം എപ്പാണ്ട് ചൊല്ലുക സാധ്യല്ല. ഇപ്പൊ പോയി കിടന്നങ്ങ സുബൈക്ക് നങ്ങ നിസ്കരിക്കാല്ല, ഞങ്ങളെ പേരിൽ വേറങ്ങ മയ്യത്ത് നിസ്കരിക്കുവാറ്. അങ്ങനത്തെ ഒരു അവസ്ഥ ആയിട്ട് കിട്. അതുകൊണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും അള്ളാഹു തന്നതിന് അള്ളാഹുടെ ദീനുക പേനായിട്ട് ചെലവാക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഞങ്ങൾ എല്ലാം തന്ന സ്വതക്കത്തെ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ആമീൻ. അവിടെ യങ് മെൻസ് പ്രസിഡന്റ് ആറ്? ഹക്കീമക്ക. ബാപ്പയുടെ പേരില് KP മുഹമ്മദ് 25,000 രൂപ. അയാളെ ബാപ്പയുടെ പേരിൽ അള്ളാഹു അയാളെ ഖബറ് കതിരെ എത്തുപാട്ടി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആരും പോകേണ്ട ചെറിയൊരു ദുആക്കിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പിരിവാ. അയിത്താ പിന്നൊരു പെണ്ണിങ് 5,000 രൂപ പൈസ തന്നറ്, പേര് വേണ്ട ചെന്നറ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പിന്നെ അയിത്താ ഇനി ആര് ചൊല്ലങ്ങ ഉള്ളാറാ? വെറുതെ ടൈം നിങ്ങൾ വ്യർത്ഥാക്കട വേണ്ട. ഒരു 5,000 10,000 ചൊല്ലകാവല്ലേ? ഇപ്പൊ 6 തിങ്കൾ ടൈം ഉണ്ടല്ലേ കൊടുക്കൂ. ಐತ ನೀ ಪಾಠವ ಐತ ಉಡಾರು ಚೊಲ್ಲ ಕಾಣ್ಲೆ. ഹംസ AK 5,000. ഹംസ AK.
നാളെ ബാഷാക്ക ഇപ്പോൾ ഉള്ള നല്ല വലിയ കാക്ക സുബൈറാക്ക മരണപ്പെട്ടു പോയിത്ത്, മാമുകാക്ക മരണപ്പെട്ടു പോയിത്ത്. ഇപ്പം ഞങ്ങൾ ഉള്ള വലിയ കാക്ക ബാഷാക്ക ഇൻഷാ അല്ലാഹ് അല്ലേ 3 മക്ക ഗൾഫിലുള്ളാറ്, മുനീർ, അബ്ദുറഹ്മാൻ, പിന്നെ മനൂസ്, 3 ആൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ധാരാളം ഖൈർ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഓരോ മക്ക 1 ലക്ഷം റുപ്യ ഇട്ടെങ്കിൽ 3 ലക്ഷം റുപ്യ ഇത്ത്. ഇപ്പോൾ ഒരു മോന്റെ കണക്കിൽ മാത്രം വന്നിരും. അള്ളാഹ് തന്നത് കൊടുക്കൂ, ഞങ്ങൾ എല്ലാവർക്കും അള്ളാഹു വിധിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. അല്ല ചെന്നരല്ലേ നിങ്ങൾ കൊടുക്കൊരു നാ നിങ്ങൾക്ക് യാറാക്കി തന്നെ അള്ളാഹുക്ക് കൊടുത്തതിൽ അള്ളാഹുടെ ദീനിൽ ചെലവാക്കിയതിൽ ആർക്കും നഷ്ടമായി പോകണില്ല ഇൻഷാ അല്ലാഹ്. ഇതിരെ നിങ്ങൾ പിന്നെ നെക്സ്റ്റ് കേദിക്കോ അണ്ട് ഉസ്താദ് കേട്ടപ്പോൾ നാണ് 5000 ചൊല്ലോടെ 10000 ചൊല്ലോടെ ഇത് 5000 ചൊന്നിട്ട് നമുക്ക് ഇത്ര ഒരു ബർക്കത്ത് കണ്ടോണ്ടിരിക്കും. 10000 ചൊന്നിരെങ്കിൽ എത്ര ബർക്കത്ത് കിട്ടത്തണ്ട നിങ്ങൾ പിന്നെ നിരിച്ചു പോവാർ. അതുകൊണ്ടിട്ട് ഇൻഷാ അല്ലാഹ് നല്ലൊരു സംഖ്യ അല്ല ചൊല്ലോർ, നിങ്ങളെ സാമർത്ഥ്യത്തിന് അനുസരിച്ചിട്ട് ചൊല്ലോർ. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുഷ്ദ്. നേരേത് ബെടക്കേത് എല്ലാം നമുക്ക് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ടിട്ട് പള്ളി കെട്ടത് ചൊല്ലത് നേരല്ലേ, പള്ളി അകത്യ ചൊല്ലത് നേരല്ലേ, പള്ളി അനിവാര്യ ചൊല്ലത് ഒന്തുള്ള വിഷയല്ലേ. അതുകൊണ്ട് ബലത്കാര ഇല്ല, ഒത്തായ ഇല്ല, നിങ്ങളെ സാമർത്ഥ്യത്തെ അനുസരിച്ച് ഇൻഷാ അല്ലാഹ് കൊടുക്കൊരു. നാണ് എന്റെ പലക്കത്തത് നിപ്പാട്ടിക്കൊണ്ടുള്ള വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നാളെ മാം കാക്കയുടെ മോള് നബീഷ 5000 രൂപ പൈസ വാഗ്ദാനം ആക്കിരാ. ഇനി ആറ് പേര് ചെലവുണ്ട്